Hi, my name is Yasin Hassan, CEO of Greens Fitness Academy. എനിക്ക് 2 ഫിറ്റ്നസ് സെൻറ്റേഴ്സ് ഉണ്ട്. ഞാൻ അമേരിക്കൻ ആർമിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് 14 വർഷമായിട്ട് ഫിറ്റ്നസ് ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന ഒരു പ്രൊഫഷണൽ ഫിറ്റ്നസ് ട്രെയിനറും കൂടിയാണ്. ഹായ്, ഞാൻ ലിജി മാത്യു, സീനിയർ ഡയറ്റീഷ്യൻ, മൗലാന ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. വാട്ട് ഡസ് എ ഹെൽത്തി വെയിറ്റ് ലോസ് മീൻസ് എന്നുള്ളതല്ല. എന്താണ് ഹെൽത്തി വെയിറ്റ് ലോസ് എന്നാണ് എല്ലാവർക്കും അറിയാം. ജനങ്ങൾക്ക് വേണ്ടത് ഒരു മാസം കൊണ്ട് മാക്സിമം എത്ര കുറയും എന്നുള്ള ഒരു കോൺസെപ്റ്റിലാണ് ആളുകൾ ഫിറ്റ്നസ് സെന്റേഴ്സിലേക്കാണെങ്കിൽ ഒരു ന്യൂട്രീഷനിസ്റ്റിലേക്ക് വന്നത്. ഒരു മാസം എത്ര കിലോ കുറയ്ക്കാം, എത്ര കുറയും. ബട്ട് ശരിക്കും പറഞ്ഞാൽ മാക്സിമം അവർക്ക് വെയിറ്റ് ലോസ് ചെയ്യുന്ന ഒരു കണ്ടീഷനിലേക്ക് അവർ വരികയാണ്. അതായത് ലൈക്ക് ഒരു 10 kg 15 kg ഒക്കെ വെയിറ്റ് ലോസ് ചെയ്യാനുള്ള ഒരു തത്രപ്പാടിൽ ആളുകൾ കാര്യങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് പ്രോബ്ലം ഉണ്ടാവാൻ പോകുന്നത് അവർക്ക് എനർജി ലോസ് ഉണ്ടാവും, ലൈക്ക് അവർക്ക് ഹെയർ ലോസ് ഉണ്ടാവും, അവരുടെ മൂഡ് അൺസ്റ്റേബിൾ ആവും, ലൈക്ക് ഡാർക്ക് സർക്കിൾസ് വരും, ഒരു ഉറക്കം കുളവും. ഹെൽത്തി വെയിറ്റ് ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ അവരുടെ മൂഡ് നന്നാവണം, അവർക്ക് സ്കിന്ന് നന്നാവണം, അതുപോലെ തന്നെ അത് നല്ല ലൈക്ക് അവർക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കംപ്ലീറ്റ് ഫങ്ഷനാലിറ്റി ഉണ്ടായിരിക്കണം. ലൈക്ക് മാക്സ് ആസ് പെർ അമേരിക്കൻ കൗൺസിൽ ഓൺ എക്സർസൈസ് ഡെഫിഷ്യൻസി ഒന്നും ഇല്ലാതെ എക്സാക്ട്ലി നമുക്കൊരു ഹെൽത്തി വെയിറ്റ് ലോസ്. അതെ, അമേരിക്കൻ കൗൺസിൽ ഓൺ എക്സർസൈസ് പറയുന്നത് മാക്സ് ടു മാക്സ് 2 to 4 kg വരെ ഒരു മാസം കുറയ്ക്കുക. ഇറ്റ് വേരീസ് പേഴ്സൺ ടു പേഴ്സൺ, ഇറ്റ് വേരീസ്. ലൈക്ക് നല്ല ഒബീസ് ആയിട്ടുള്ള ആൾക്കാരാണ്, ഇപ്പൊ 100 kg ഒക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ ഒരു മാസം 10 കിലോ 12 കിലോ കുറയുന്നത് കൊണ്ട് കുഴപ്പമില്ല. എക്സാക്ട്ലി അതും ഡിപ്പെൻസ് കണ്ടീഷൻ അനുസരിച്ചിരിക്കും. എക്സാക്ട്ലി അവരുടെ ഹോർമോണൽ പ്രോബ്ലംസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അത് കുറയാതിരിക്കാനും സാധ്യത ഉണ്ട്. ചില ആൾക്കാർക്ക് പെട്ടെന്ന് കുറയും. ഒരു പ്ലാറ്റ് ഹിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അത് നോർമലാവും. അതായത് പക്ഷെ ഇത് മെയിൻറ്റെയിൻ ചെയ്ത് പോവുക എന്നുള്ളതാണ്. പക്ഷെ ഒരു മാസം കൊണ്ട് 4 കിലോ കുറഞ്ഞു, പിന്നെ നെക്സ്റ്റ് മന്ത് ആ 4 കിലോ സ്റ്റഡിയായി നിന്നാൽ അപ്പോൾ ആൾട്ടർനേറ്റീവ്സ് കൊടുക്കണം. ലൈക്ക് ഇപ്പൊ ഫിറ്റ്നസ് ട്രെയിനർ ആണെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യുക, പ്രോഗ്രാമിൽ ഡിഫറൻസ് ഉണ്ടാക്കി കൊണ്ടുവരും. പ്രോഗ്രാമിന്റെ ഇന്റൻസിറ്റി ചേഞ്ച് ചെയ്യും, ഫ്രീക്വൻസി. ഇങ്ങനെ വെയിറ്റ് കുറയാതിരിക്കാൻ കാരണം എന്തായിരിക്കും? ഡിപ്പെൻസ് ഓൺ അവരുടെ ഒരുപാട് ഇഷ്യൂസ്, അവരുടെ ഹോർമോണൽ ഇംബാലൻസസ് ഉണ്ടാവും, അവരുടെ ഫിസിക്കൽ ഇഷ്യൂസ് ഉണ്ടാവും, മെന്റൽ ഇഷ്യൂസ് ഉണ്ടാവും, ഒരുപാട് കാരണങ്ങളുണ്ടാവും. അതിന് നമുക്ക് പറയാൻ പറ്റില്ല. എക്സസൈസ് ചെയ്യുന്നുണ്ട് എങ്കിലും വെയിറ്റ് കുറയാതിരിക്കുന്നുണ്ടല്ലോ. അതെ, അതിന്റെ കാരണം ഈ ഹോർമോണൽ ഇഷ്യൂസ് ഒക്കെ തന്നെ ആയിരിക്കും. അല്ലെങ്കിൽ അവർക്ക് വേറെ ഡോക്ടേഴ്സിനെയൊക്കെ കണ്ട് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് ക്ലിയർ ചെയ്യാം, ഉറപ്പുവരുത്തണം. കാരണം നമ്മൾ പക്ഷെ ഞാൻ അറ്റൻഡ് ചെയ്ത ക്ലയൻസിൽ അധികവും ഈ പ്ലാറ്റിവിറ്റി ശരിക്കും ഇവർക്ക് കാര്യങ്ങൾ മെഷർ ചെയ്യാത്തൊരു പ്രശ്നമുണ്ട്. അവരെ പ്രോഗ്രാം എങ്ങനെയാണെന്നുള്ളൊരു തിരിച്ചറിവില്ലാത്ത ഒരു വിഷയമുണ്ട്. കാരണം നോർമലി ട്രെയിനേഴ്സ് ഇവിടുത്തെ സാധാ ജിമ്മുകളിലൊക്കെ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ മൈൻഡിൽ നിന്ന് പ്രോഗ്രാംസ് പ്രിപ്പയർ ചെയ്ത് അപ്പം സ്പോട്ടിൽ കൊടുക്കുന്ന ഒരു പ്രോഗ്രാം. അത് ശരിക്കും അവരുടെ ഗോൾ എന്താന്ന് അവരോട് ഇത് ചോദിച്ചറിഞ്ഞ് അസസ് ചെയ്ത് മനസ്സിലാക്കി അവരുടെ ഫിസിയോളജി, അവരുടെ സൈക്കോളജി, അവരുടെ എൻവയോൺമെന്റ്. കാരണം എൻവയോൺമെന്റ് ഒക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ്. സോഷ്യൽ സപ്പോർട്ട്, ഡിസ്റ്റൻസ് ടു ഫെസിലിറ്റി, ലൈക്ക് ജിമ്മിൽ നിന്ന് വീട്ടിലേക്കുള്ള ദൂരം, ലൈക്ക് ഫിസിയോളജി നമ്മളെല്ലാവരും പറഞ്ഞിട്ടുള്ളത്. അതായത് നമ്മുടെ BMI, ഹൈറ്റ്, വെയിറ്റ് മെഷർമെന്റ്സ്, ദെൻ ഫാമിലി ഹെൽത്ത് ഹിസ്റ്ററി, മെഡിക്കൽ ഹിസ്റ്ററി, ലൈക്ക് ഇതെല്ലാം ചെക്ക് ചെയ്ത് പിന്നെ അവരുടെ പാസ്റ്റ് വർക്ക്ഔട്ട് ഹിസ്റ്ററിയും ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ഐഡിയ കിട്ടും ഇയാൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ഐഡിയ കിട്ടും. അപ്പം അതിനനുസരിച്ച് ഒരു പ്രോഗ്രാം നമ്മൾ ഡിസൈൻ ചെയ്യുന്നതല്ല. ശരിക്കും ഒരു ട്രെയിനർ വന്നിട്ട് പെട്ടെന്ന് വന്നിട്ട് ഓക്കെ ഇയാൾ 20 കിലോ BMI 20 കിലോ കൂടുതലാണ്, അപ്പൊ നമുക്ക് 20 കിലോ വെയിറ്റ് ലോസ് ചെയ്യാന്ന് പറഞ്ഞിട്ട് നമ്മൾ 20 കിലോ അയാൾക്ക് ഒരു ടാർഗറ്റ് ആയിട്ട് ഇട്ട് കൊടുക്കാൻ പറ്റില്ല. അതാണ് ഒരു മാസം ഒരു 4 kg ഒക്കെ കുറയ്ക്കുന്നതായിരിക്കും നല്ലതെന്ന് നമ്മൾ ആദ്യം അവരെടുത്ത് കൗൺസിൽ ചെയ്യുമോ എന്നുള്ളത്. അതെ, അത് ആദ്യം നമ്മൾ അവരുടെ ആവശ്യം മനസ്സിലാക്കണം, അവരുടെ റിക്വയർമെന്റ്. കാരണം എന്റെ അടുത്ത ഒരു ക്ലയന്റ് വന്നിട്ടുണ്ട്, ഞങ്ങൾ ഒരു മാസം കൊണ്ട് നിങ്ങൾക്ക് 10 കിലോ കുറച്ച് തരാം, അങ്ങനെ ഒരു പാടില്ല. ഇല്ല. ലൈക്ക് നമ്മൾ ആ ഒരു ആവശ്യം ചോദിക്കും. എൻ്റെ അടുത്ത് വന്ന് ട്രെയിനർ വന്ന് ഒരു ക്ലയന്റ് വന്ന് ചോദിച്ചത് എന്താ വെച്ചാൽ എനിക്ക് ഇന്ത്യൻ ടോയ്ലറ്റിൽ ഇരുന്ന് എഴുന്നേക്കണം, ഇതാണ് എൻ്റെ ആവശ്യം. BMI നോക്കിയപ്പോൾ അയാൾക്ക് ഒരു 20 കിലോ കുറയ്ക്കാനുണ്ട്. അപ്പോൾ വേണമെങ്കിൽ അവിടെ ഒരു ജിമ്മിലേക്കുള്ള സെയിൽ ക്ലോസ് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് 20 കിലോ അർജന്റായിട്ട് കുറയ്ക്കാനുണ്ട്, നിങ്ങൾ PT എടുക്കുമെന്നൊക്കെ വേണമെങ്കിൽ പറയാം. പക്ഷേ ആക്ച്വലി ഒരു ട്രെയിനർ ചെയ്യേണ്ടത് ഓക്കെ നമുക്ക് ഈ പ്രോബ്ലം ആദ്യം റെക്ടിഫൈ ചെയ്യാം. ഇത് ഇന്ത്യൻ ടോയ്ലറ്റിൽ ഇരുന്ന് എഴുന്നേക്കട്ടെ, അത് ആദ്യം ഇന്ത്യൻ ടോയ്ലറ്റിൽ ഇരുന്ന് അയാൾ എഴുന്നേറ്റ് കഴിഞ്ഞിട്ട് അയാളെ സെൽഫ് എസ്റ്റീം അങ്ങോട്ട് കൂടും. എന്നിട്ട് അയാളുടെ അടുത്ത് പതുക്കെ പറഞ്ഞ് മനസ്സിലാക്കുക നിങ്ങൾക്ക് 20 കിലോ കുറയ്ക്കാനുണ്ട്. കാരണം നിങ്ങൾ ആദ്യത്തെ പ്രോബ്ലം നിങ്ങൾ ഇവിടെ സോൾവ് ആക്കി, നിങ്ങളുടെ മേജർ പ്രോബ്ലം ഇതാണ്, ഈ മേജർ പ്രോബ്ലം നിങ്ങൾക്ക് റെക്ടിഫൈ ചെയ്യാൻ ഇതേപോലെ സ്ലോലി നിങ്ങൾ ഈ പ്രോഗ്രാം ഫോക്കസ് ചെയ്താൽ മതി. നിങ്ങൾ എന്ത് പറയുന്നു അതിനെ കുറിച്ച് അങ്ങോട്ട് ചോദിക്കുക. അപ്പോൾ അവർ പറയും ഓക്കെ ലെറ്റ്സ് ഡു ഇറ്റ്. അത് ചെയ്യൂ. അത് ക്ലാരിറ്റി
ആണ് പവർ. ക്ലാരിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ ആൾക്കാർ ട്രാൻസ്ഫോം ആവും. അത് ഉണ്ടാക്കി കൊടുക്കുന്നതാണ് നമ്മുടെയൊക്കെ വലിയ. പക്ഷെ നമുക്കൊക്കെ ഓരോരുത്തർക്കും ഓരോ റോൾസ് ഉണ്ട്. ഇപ്പോൾ ഒരു പേഴ്സണൽ ട്രെയിനർ റോളല്ല ഒരു ഡയറ്റീഷ്യൻ. ഒബ്വിയസ്ലി ഐ നോ ഇറ്റ്. നമുക്കൊരു ഡയറ്റ് എഴുതി കൊടുക്കാൻ പറ്റില്ല. ഒരു ഡോക്ടർക്ക് ഒരു ഡയറ്റ് എഴുതി കൊടുക്കാൻ പറ്റില്ല. ഒരു ഡയറ്റീഷ്യന് മാത്രം ഒരു ഡയറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റില്ല. ഒരു ഡോക്ടർക്ക് ഒരു പേഴ്സണൽ ട്രെയിനിങ് പ്രോഗ്രാം പ്രിപ്പയർ ചെയ്ത് കൊടുക്കാനോ അത് ഇംപ്ലിമെന്റ് ചെയ്ത് കൊടുക്കാനോ പറ്റില്ല. കാരണം ഒരു ഡോക്ടറാണ്, നമ്മൾ ട്രെയിനറാണ്. ട്രെയിനർക്കാണ് ചെയ്യാൻ പറ്റുക. എക്സാക്ട്ലി. ആളുകൾ എന്തുകൊണ്ടാണ് വെയിറ്റ് ലോസിന് സ്ട്രഗിൾ ചെയ്യുന്നതും അല്ലെങ്കിൽ എക്സസൈസ് അവരിൽ നിന്ന് വിട്ടു നിർത്തുന്നതും ഒക്കെ എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്കൊരു ധാരണ ഉണ്ട്. ചില എൻ്റെ ബോഡി ടൈപ്പ് പെട്ടെന്ന് വെയിറ്റ് ലോസ് ചെയ്യുന്ന പ്രകൃതിയിൽ ഞാൻ എത്ര ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും റെഡി ആവില്ല. കുറെ മൈൻഡ് സെറ്റ്, ശരിക്കും മൈൻഡ് സെറ്റ് ആണ്. അത് മാത്രമല്ല അവരുടെ എക്സിസ്റ്റിംഗ് ഉള്ള ബിഹേവിയറൽ പാറ്റേൺസ് ആണ്. അവരുടെ ശീലങ്ങൾ ഡെയിലി ഒരു 30-35 വയസ്സ് വരെ കഴിച്ച ഭക്ഷണ രീതി ആവില്ല. പിന്നെ നമുക്ക് അതിന് ശേഷം അവർ കഴിക്കുന്നത്. അതെ, എക്സസൈസും അതുപോലെ തന്നെ അവർ നന്നായി കഴിച്ച് അവർ ഫാറ്റ് ഒക്കെ ആയി പിന്നെ എക്സസൈസ് ചെയ്ത് കുറഞ്ഞിട്ടുണ്ടാവും. പക്ഷെ ഒരു 35 ഇയേഴ്സിന് ശേഷം ഇതേപോലെ ആവാൻ അവർക്ക് കുറച്ച് ബുദ്ധിമുട്ടും. പക്ഷെ അത് അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നും അല്ല. അവരുടെ മൈൻഡ് ഒന്ന് അവരുടെ ജീവിതശൈലിയിൽ ഒരു മാറ്റം വരുത്തിയാൽ അവർക്കത് ശരിയാക്കാവുന്നുള്ളൂ. അതെ, ഒരു സ്റ്റേജസ് ആണ്. ലൈക്ക് അവർ ഏത് സ്റ്റേജസ് ആണെന്നുള്ളത് അവർക്കൊരു അവയർനെസ് നമ്മൾ പ്രൊഫഷണൽസ് നോർമലി ഉണ്ടാക്കി കൊടുക്കും. അങ്ങനെയാണ് ചെയ്യുക. പക്ഷെ അത് ആദ്യം അവർ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ റെഡി അല്ലാത്തത് കൊണ്ട് മാത്രമാണ് അവർ ട്രാൻസ്ഫോം ആവാത്തത് എന്നുള്ളതാണ്. റെഡി ആണെന്നുണ്ടെങ്കിൽ അതിന് 100 ഓപ്ഷൻസ് ഉണ്ട്. കാരണം പ്രൊഫഷണൽസിൻ്റെ അടുത്ത് എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ സൈക്കോളജിക്കലി എവിടെയാണ്, അവർ ഫിസിയോളജിക്കലി എവിടെയാണെന്നുള്ളത് അവർ പ്രോപ്പറായിട്ട് അസസ് ചെയ്ത് അവർക്കുള്ള സൊല്യൂഷൻ കൊടുക്കും. കാരണം നമ്മളിപ്പോൾ 21ാം നൂറ്റാണ്ടിലാണ് ജീവിക്കുന്നത്. ഇവിടെ ഒരുപാട് ഓപ്ഷൻസും സൊല്യൂഷൻസും ഉള്ള ഒരു സ്ഥലത്താണ് നമ്മളുള്ളത്. 100% ഒരു ട്രെയിനർ, ഒരു പ്രൊഫഷണൽ ട്രെയിനർക്കും ഒരു ന്യൂട്രീഷനിസ്റ്റിനും ആള് റെഡി ആവണം. ഒരാൾ ഉന്തി തള്ളി കൊണ്ടുവന്നാല് ആള് റെഡി ആവത്തില്ല. ഇല്ല, ദാറ്റ്സ് ഇറ്റ്. അതാണ് നമ്മൾ പറഞ്ഞത്. കാരണം നമുക്ക് ഒരു പ്രൊഫഷണൽസിന് 5 സ്റ്റേജസ് ഉണ്ട്. റെഡിനെസ് ടു ചേഞ്ച് എന്നതിന് പറയാം. ഈ 2 സ്റ്റേജസിൽ ആരെന്ത് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രീ കണ്ടംപ്ലേഷൻ എന്ന് പറഞ്ഞ 2 സ്റ്റേജസ് ഉണ്ട്. ആരെന്ത് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ഫ്രീ ആയിട്ട് ജിമ്മിന്റെ മെമ്പർഷിപ്പ് കൊടുക്കുക, ഡയറ്റീഷ്യനെ ലൈഫ് ലോങ് ഫ്രീ ആയിട്ട് തരാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അവർ ചേഞ്ച് ആവില്ല. പക്ഷെ അവര് ഇപ്പം ഈ 3rd സ്റ്റേജിലാണ് അവർ ഒരു സ്റ്റബോൺ ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡുള്ള ആൾക്കാരാണ് അങ്ങനെ ഉണ്ടാവുക. പക്ഷെ അവർ നമുക്ക് ആകെ പറഞ്ഞ് മനസ്സിലായി നിങ്ങൾ ഇത് റെഡി ആവാത്തത് കൊണ്ടാന്ന് വേണമെങ്കിൽ പറയാം, നിങ്ങൾക്ക് ഇങ്ങനെ ഓപ്ഷൻ ഉണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. ബട്ട് പ്രീ കണ്ടംപ്ലേഷൻ കഴിഞ്ഞ് പ്രിപ്പറേഷൻ സ്റ്റേജിലാണ്. പ്രിപ്പറേഷൻ സ്റ്റേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പീപ്പിൾ മോർണിംഗ് വാക്കിന് പോകുന്ന ആൾക്കാർ, അല്ലാന്നുണ്ടെങ്കിൽ ജിമ്മിലേക്ക് എൻക്വയറി എടുക്കുന്ന ആളുകൾ, അതുപോലെ തന്നെ ചെറിയ 10 ദിവസം വർക്കൗട്ട് ചെയ്യും. നിങ്ങൾ നേരത്തെ പറഞ്ഞ 3 മാസം വർക്കൗട്ട് ചെയ്യും, 1 മാസം വർക്കൗട്ട് ചെയ്യില്ല, 2 മാസം വർക്കൗട്ട് ചെയ്യും, ഇന്ന് നിർത്തും, ചിലപ്പോൾ 1 വർഷം പോകില്ല. അങ്ങനെ കളറുള്ള ആൾക്കാർ ദേ ആർ തിങ്കിങ് അബൌട്ട് ഇറ്റ്, ദേ ആർ ട്രൈങ് സംതിങ്. ലൈക്ക് അവരെ നമുക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അവർക്ക് ആപ്റ്റ് ആയിട്ടുള്ള ഓക്കെ നിങ്ങൾക്ക് കാർഡിയോ ചെയ്താൽ നന്നായിരിക്കും, നിങ്ങൾക്ക് ഹൈ ഇന്റൻസിറ്റി ഇന്റർവൽ ചെയ്താൽ നന്നായിരിക്കും, നിങ്ങൾക്ക് ഇങ്ങനെ പ്രോബ്ലംസ് ഉണ്ട്, അതിനെക്കൊണ്ട് നിങ്ങൾ വീക്ക്ലി 6 days ചെയ്യേണ്ട, അല്ലെങ്കിൽ 3 ദിവസം ചെയ്താൽ മതി എന്നുള്ള ഓപ്ഷൻസ് നമുക്ക് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. പിന്നെ അതുപോലെ ഉണ്ടല്ലോ നമുക്ക്, കാരണം ഈ ഓരോ സപ്ലിമെന്റ്സ് ഒക്കെ ഉപയോഗിച്ചിട്ട് വെയിറ്റ് കുറയ്ക്കാം പെട്ടെന്ന്. പക്ഷെ ഡയറ്റ് എക്സസൈസ് മാത്രം അല്ലാതെ ഇപ്പോൾ സപ്ലിമെന്റ്സ്, ഇപ്പോൾ ഫുഡിന് പകരം ഒരു സപ്ലിമെന്റ് ഉപയോഗിച്ച് വെയിറ്റ് കുറയ്ക്കാന്ന് പറഞ്ഞ് കുറേ പേര് നമ്മുടെ അടുത്ത് വരാറുണ്ട്. കാരണം സപ്ലിമെന്റ്സ് ഉപയോഗിക്കുന്നതുകൊണ്ട് നമുക്ക് നല്ലതല്ലേ? കാരണം ഒരു മീൽ റീപ്ലേസ്മെന്റിന് പകരം അപ്പോൾ ഒരു ലഞ്ച് റീപ്ലേസ് ചെയ്തിട്ട് സപ്ലിമെന്റ് ഒക്കെ ഉപയോഗിച്ചിട്ട് വെയിറ്റ് കുറയ്ക്കാന്ന് പറഞ്ഞ് വരുന്നവരുണ്ട്. പക്ഷെ അതൊരിക്കലും നല്ലതല്ല. ഇപ്പൊ ഒരു നേരത്തെ ഫുഡ് ഒഴിവാക്കാതെ വെയിറ്റ് കുറയ്ക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും നല്ലത്. കാരണം പട്ടിണി കടന്ന് മെലിയാന്ന് ഉദ്ദേശം നമുക്ക് ഒരിക്കലും നല്ലതല്ല. കാരണം അത് ഓരോ എല്ലാ ന്യൂട്രിയൻസും ന്യൂട്രിയൻസ് എന്ന് പറഞ്ഞാൽ അറിയാലോ. ഇപ്പോൾ കാർബോഹൈഡ്രേറ്റ്, ഫാറ്റ്, പ്രോട്ടീൻ, വൈറ്റമിൻസ്, മിനറൽസ് എല്ലാം കറക്റ്റ് പ്രൊപ്പോർഷൻ ആയിട്ടുള്ളൊരു ഡയറ്റ് ഫോളോ ചെയ്താൽ, അല്ലെങ്കിൽ ബാലൻസ്ഡ് ഡയറ്റ് ഫോളോ ചെയ്താൽ മാത്രമേ നമുക്കൊരു ഹെൽത്തി ആയിട്ട് വെയിറ്റ് മാനേജ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതാണ് വേണ്ടത്. പക്ഷേ ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ അതൊന്നും തരണം ചെയ്യാൻ ആർക്കും താല്പര്യമില്ല. കാരണം ഈ ന്യൂട്രിയൻസിൻ്റെ ഒരു ന്യൂട്രിയൻ്റ് ഇപ്പം പറഞ്ഞാൽ കാർബ് മാത്രം കട്ട് ചെയ്യുക. കാർബ് നമ്മുടെ ബോഡിക്ക് ആവശ്യമുണ്ടല്ലോ. അപ്പൊ കാർബ് ഫുള്ള് കട്ട് ചെയ്തുകൊണ്ട് ഒരു ന്യൂട്രിയന്റിന്റെ ഡെഫിഷ്യൻസി അല്ലേ വരുന്നത്. അപ്പൊ അങ്ങനെയുള്ള രീതിയിൽ നിന്ന് മാറുകയായിരിക്കും ഏറ്റവും നല്ലത്. അപ്പൊ അല്ലാതെ അതെ, കാരണം ഒരുപാട് ആൾക്കാർക്ക് ഒരുപാട് മിത്സ് ഉണ്ട്, തെറ്റിദ്ധാരണയുണ്ട്. അതായത് ഇപ്പൊ റംസാനാണ് വരുന്നത്, അപ്പോൾ ഇതിന് പ്രോസ് ആൻഡ് കോൺസ് ആർ ദേർ. അല്ല, ചില ആൾക്കാർ ഇപ്പൊ ഞാനൊരു റിലീജിയസ് പേഴ്സൺ ആണ്, ബട്ട്
എന്താ അൺലൈക്ലി എനിക്ക് പക്ഷെ നോമ്പെടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എൻ്റെതായിട്ടുള്ള പേഴ്സണൽ ഇഷ്യൂ ADHD പോലുള്ള ഒരു അസുഖം എനിക്കുണ്ട്. അപ്പം ആ ഡിസോർഡർ ഉണ്ടാകുന്ന സമയത്ത് എനിക്ക് എപ്പോഴും ന്യൂട്രീഷൻ ആവശ്യമാണ്. കാരണം എനിക്ക് പ്രോപ്പർ ആയിട്ടുള്ള ന്യൂട്രീഷനും വേണം, അതുപോലെ തന്നെ എനിക്ക് പ്രോപ്പർ ആയിട്ടുള്ള റെസ്റ്റും ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് എൻ്റെ ബ്രെയിനിനെ സർവൈവ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് ആങ്കർ ഇഷ്യൂസ് വരും, അതുപോലെ തന്നെ കുറേ എനിക്ക് എൻ്റെ ലൈഫ് അൺമാനേജബിൾ ആവുന്ന ഒരു സിറ്റുവേഷൻ വരുന്നുണ്ട്. സോ ബട്ട് ഇതേ സാധനം തന്നെ ചില ആളുകൾക്ക് ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് പോലെ അത് യൂസ് ചെയ്യാനും പറ്റും. കാരണം കാലോറി ഡെഫിസിഷനും ഇത് കുറയും, നെഗറ്റീവ് എനർജി ബാലൻസ് കൂടും ചെയ്യും അല്ലേ? നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ചെയ്യുമ്പോൾ നമുക്ക് കാരണം വെയിറ്റ് ലോസ് നന്നായിട്ടുണ്ടാവും. പിന്നെ നമുക്ക് പലതരം പ്രശ്നങ്ങൾ ഉള്ള ഒരാളാണെങ്കിൽ മാത്രമേ നമുക്കത് ചെയ്യണ്ടെന്ന് പറയാറുള്ളൂ. അല്ലാതെ സാധാരണ നമുക്ക് ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് കൊണ്ട് നന്നായിട്ട് റിസൾട്ട് ഉണ്ടാക്കി കൊണ്ടുവരാൻ പറ്റും. ഇപ്പൊ ലേറ്റസ്റ്റ് ഇപ്പൊ ബയോ ഹാക്കിങ്ങിലൊക്കെ പറയുന്നത് ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് നല്ലതാണ് എന്നുള്ളതാണ്. ബട്ട് എനിക്ക് അതിനെ കുറിച്ചൊരു ഡീപ്പ് ക്ലിനിക്കലി ശരിക്കും ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് നല്ലത് തന്നെയാണെന്നാ പറയുന്നത്. ഇപ്പൊ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് അല്ലെങ്കിൽ നമുക്ക് ഇടയ്ക്ക് ഒരു വർഷത്തിൽ ഇപ്പൊ നമുക്കറിയാം നോമ്പ് വരുന്നു, ഇടയ്ക്ക് ഒരു 30 ദിവസം നോമ്പെടുത്തു എന്ന് ഓർത്ത് അത് അൺഹെൽത്തി ഒന്നും അല്ല, കാരണം നല്ലത് തന്നെയാണ്. അപ്പൊ നോമ്പെടുക്കുന്നത് കാരണം ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് അല്ലാതെ എടുക്കുന്നു, പിന്നെ കണ്ടിന്യൂസ് ഒരു 30 ഡേയ്സ് നോമ്പെടുത്തു എന്നോർത്ത് നമുക്കൊരു ഹെൽത്തി പീപ്പിളിന് ഓക്കെയാണ്. ഇപ്പൊ അസുഖമൊക്കെ ഉള്ള ഒരാൾക്ക് അതിനനുസരിച്ച് മാറ്റം വരുത്തേണ്ടി വരുന്നുള്ളൂ. എല്ലാവരുടെയും ഒരു തെറ്റിദ്ധാരണയാണ് ഒരു സ്പെഷ്യൽ ഡയറ്റ് എടുത്ത് മാത്രം വെയിറ്റ് കുറയ്ക്കാം. അല്ലാതെ നമുക്കറിയാം സാധാരണ ഇപ്പോൾ കീറ്റോ ഡയറ്റ് എടുത്ത് വെയിറ്റ് കുറയ്ക്കാൻ വരുന്നവരുണ്ട്. പിന്നെ നമുക്ക് സപ്ലിമെൻറ്റ്സ് ഒക്കെ എടുത്ത് വെയിറ്റ് കുറയ്ക്കാം. പിന്നെ ഒരു നേരത്തെ ഭക്ഷണം മാത്രം കഴിച്ചുകൊണ്ടാണ് ഞാൻ വെയിറ്റ് കുറഞ്ഞത്. പക്ഷെ അതൊരു ഹെൽത്തി ആയിട്ടുള്ള വെയിറ്റ് ലോസ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം മസിൽ ലോസ് നന്നായിട്ടുണ്ടാവും. ഇപ്പം നമുക്കറിയാം ഇപ്പം മാധവൻ, ഇപ്പം നമ്മുടെ സിനിമാ നടൻ മാധവൻ വെയിറ്റ് കുറച്ചത് ഒരു നേരത്തെ ഭക്ഷണം കഴിച്ചുകൊണ്ടാണ്. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ അങ്ങനെ വെയിറ്റ് കുറയ്ക്കാതിരിക്കുകയാണ് നല്ലത്. കാരണം അത് പലതരം ദോഷങ്ങളുണ്ടാവും. അപ്പോൾ മസിൽ ലോസ്, ഫാറ്റ് ലോസ് ഇതൊക്കെ ഉണ്ടാവും. പക്ഷേ എക്സസൈസും അതിൻ്റെ കൂടെ ഉണ്ടെങ്കിൽ മാത്രമല്ലേ നമുക്കൊരു ഹെൽത്തി ആയിട്ടുള്ള വെയിറ്റ് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഡയറ്റ് കൊണ്ട് മാത്രം നമുക്ക് വെയിറ്റ് ഹെൽത്തി ആയിട്ട് വെയിറ്റ് കുറയ്ക്കാൻ പറ്റും തോന്നില്ല. തീർച്ചയായും. ഇപ്പോൾ 1 മീൽ എ ഡേ എന്ന് പറയുന്ന സമയത്ത് അവർക്ക് സഫീഷ്യൻ്റ് ആയിട്ടുള്ള ന്യൂട്രീഷൻസ് ഒരിക്കലും അവരുടെ ഓർഗൻസിനോ അല്ലെങ്കിൽ മസിൽസിനോ ബോൺസിനോ ഒന്നും പ്രോപ്പറായിട്ട് കിട്ടാൻ ചാൻസസ് ഇല്ല. ചിലപ്പോൾ ഒരു ലിമിറ്റഡ് പീരീഡിൽ മാത്രം അത് വർക്ക്ഔട്ട് ആവും. പ്രത്യേകിച്ച് എക്സസൈസ് ഒരു ലക്ഷ്യത്തിലെത്താൻ നമുക്കൊരു എയിം ഉണ്ടാവും. അവർക്ക് ഇത്ര വെയിറ്റ് കുറച്ചാൽ മാത്രമേ നമുക്ക് അവരുടെ ഒരു എയിമിലെത്താൻ വേണ്ടിയിട്ട് മാത്രമേ അത് സാധിക്കുള്ളൂ. അത് പിന്നെ അത് തിരിച്ച് കാരണം കുറഞ്ഞതിനേക്കാൾ സ്പീഡിലായിരിക്കും വെയിറ്റ് കൂടുക എന്നുള്ളതാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഞാൻ കണ്ടുവരുന്നത്. കാരണം പേഷ്യൻസ് വെയിറ്റ് കുറച്ച് കഴിഞ്ഞാലൊക്കെ അതെ പെട്ടെന്നുള്ള ക്വിക്ക് ഫിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ തന്നെ അത് അധികം ആൾക്കാർക്കും സംഭവിക്കുന്ന ഒരു സാധനമാണ്. ഞാൻ എത്രയോ കണ്ടിട്ടുണ്ട്, എത്രയോ തവണ. അതായത് ഫാസ്റ്റ് ആയിട്ട് വെയിറ്റ് ലോസ് ചെയ്യാൻ വേണ്ടി കഷ്ടപ്പെട്ടിട്ട് എന്താ പറയാ ഒരുപാട് നേരം കാർഡിയോ ചെയ്ത് പിന്നെ ഒരു നേരം മാത്രം ഭക്ഷണം കഴിച്ച് 20-25 കിലോ കുറച്ച് ഞാൻ ഒരുപാട് ആൾക്കാരെ കണ്ടിട്ടുണ്ട്. വിത്തിൻ 3-4 മന്ത് അവര് പിന്നെ ടക്ക് ടക്ക് പറഞ്ഞിട്ട് സ്പീഡിൽ അത് കൂടി ഒരു പ്രോഗ്രസീവ് ആയിട്ട് അവർ കൂടുന്നത് കണ്ടിട്ടുണ്ട്. അത് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്, വർക്ക് ചെയ്യേണ്ടത് ഒരു ലോങ് ടേം ഗോളിലാണ്. ഒരു ലോങ് ടേം ആയിട്ട് അവരുടെ ഹെൽത്തിനെ കുറിച്ചിട്ട് അവർക്കൊരു ധാരണ ഉണ്ടാവണം. ഇങ്ങനെ ആയിരിക്കണം എൻ്റെ ജീവിതം അല്ലെങ്കിൽ എൻ്റെ ഹെൽത്ത് അല്ലെങ്കിൽ എൻ്റെ ബോഡി. അവര് മാറാൻ തയ്യാറാവണം. അല്ലാതെ ഒരു ചെറുതായിട്ട് നമുക്ക് ഒരു എയിമിന് വേണ്ടി എഫേർട്ട് ഉണ്ട്. ഇത് ചെറിയ പ്രോസസ് അല്ല. അത് ശരിക്കും ഒരു പേഴ്സണൽ ട്രെയിനർ, ഒരു പേഴ്സണൽ ന്യൂട്രീഷൻ ഒക്കെ വെച്ചിട്ട് ചെയ്യേണ്ട ഒരു സംഭവമാണ്. കാരണം ഇതിൽ ഒരുപാട് സാധ്യതകളുണ്ട്. ശരിക്കും പറഞ്ഞാൽ ആളുകൾക്ക് മാറാൻ പണ്ടത്തെ പോലെയൊന്നല്ല. ഇപ്പം ഫിറ്റ്നസ് സെന്റേഴ്സിൽ വന്ന് ട്രെയിനേഴ്സ് ഒക്കെ അത്യാവശ്യം നന്നായിട്ട് എഡ്യൂക്കേറ്റഡ് അതിനെ കുറിച്ചിട്ട് നല്ല അഡ്വാൻസ്ഡ് ആയിട്ടുള്ള നോളജ് ഉള്ള ആൾക്കാരാണ് ഇപ്പോഴത്തെ ഫിറ്റ്നസ് ട്രെയിനേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അവർക്ക് കറക്റ്റ് നിങ്ങളെ ട്രാക്ക് ചെയ്യാൻ, എങ്ങനെ നിങ്ങളുടെ സൈക്കോളജി എന്താണ്, നിങ്ങളുടെ ഇപ്പോഴത്തെ പ്രസന്റ് കണ്ടീഷൻ എന്താണ്, അതൊക്കെ കംപ്ലീറ്റ്ലി അവർ അസസ് ചെയ്ത് നിങ്ങൾക്ക് ഒരു ബ്ലൂ പ്രിന്റ് തയ്യാറാക്കി തന്ന് നിങ്ങളുടെ ഗോളിലേക്ക് അവർ നിങ്ങളെ ഡ്രൈവ് ചെയ്യും. അത് കറക്റ്റ് സെൽഫ് മോണിറ്ററിങ് സ്ട്രാറ്റജി വെച്ച് നിങ്ങളുടെ എക്സസൈസും നിങ്ങളുടെ ഡയറ്റും പ്രോപ്പറായിട്ട് അവർ മോണിറ്റർ ചെയ്തിട്ട് നിങ്ങളെ റിസൾട്ടിലേക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കൊണ്ടുവരും. ആകെ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ഒരു ക്ലയന്റിന് ഒരു ആഗ്രഹം ഉണ്ടാവണം. ലൈക്ക് എനിക്ക് ചേഞ്ച് ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം ഫിസിയോളജി സൈക്കോളജി ഒക്കെ അവർ നോക്കും, പ്രോപ്പറായിട്ട് നോക്കും. പിന്നെ ആ ക്ലയന്റിന്റെ വില്ലിങ്നെസ് ഉണ്ട്,
100% ക്ലയന്റിനും അതാണ് ഞാൻ പറഞ്ഞത്, ക്ലയന്റിന് ആ സാധനം ഓപ്ഷൻസ് ഉണ്ട് എന്നുള്ളതാണ്. കാരണം ഒരുപാട് ആൾക്കാർ ചിന്തിക്കുന്നത് ഓക്കെ ഇറ്റ്സ് നോട്ട് പോസിബിൾ എന്നുള്ളൊരു മൈൻഡ് ഉണ്ട് കുറെ ആൾക്കാർ. അതൊന്നും എനിക്ക് പോസിബിൾ അല്ല പോസിബിൾ ആണ്, ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് എന്നുള്ളതാണ് ഒരു ട്രെയിനർ എന്ന സ്ഥിതിക്ക് എനിക്ക് പറയാനുള്ളത്. ഇപ്പൊ നമുക്ക് കണ്ടുവരുന്ന ഒരു കാര്യമാണ്, ഇപ്പൊ ചിയാ സീഡ് വെള്ളത്തിലിട്ട് കുടിച്ചാൽ വെയിറ്റ് കുറയും, അല്ലെങ്കിൽ തലേ ദിവസം നമുക്ക് മുന്തിരി വെള്ളത്തിലിട്ട് കുടിക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും നട്ട്സുകളൊക്കെ മിക്സ് ചെയ്തിട്ട് രാവിലെ ആ അതൊരു ഷെയ്ക്ക് അടിച്ച് കുടിച്ചാൽ വെയിറ്റ് കുറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അഡ്വർടൈസ്മെന്റ് നമുക്ക് പലരും കാണാം. ഇത് വെച്ചിട്ടാണ് നമ്മളടുത്ത ആൾക്കാർ വന്ന് ചോദിക്കും എനിക്ക് ചിയാ സീഡ് കഴിച്ചാൽ വെയിറ്റ് കുറയുമോ? അങ്ങനെയല്ല, ഇത് ചിയാ സീഡ് കഴിച്ചു എന്ന് ഓർത്ത് വെയിറ്റ് ലോസ് ഉണ്ടാവില്ല. പക്ഷെ ചിയാ സീഡ് ദോഷമൊന്നുമില്ല, അത് നല്ലതാണ്, ഇപ്പൊ ഡൈജഷൻ പ്രോപ്പർ ആവും. പക്ഷെ അതും ചെയ്യുന്നുണ്ടാവും, ഈ ചിയാ സീഡ് അവർ കഴിക്കുന്നുണ്ടാവും. പക്ഷെ ബാക്കി ഈ പറഞ്ഞ ഡയറ്റിൽ എന്തൊക്കെ കട്ട് ചെയ്യണം, അല്ലെങ്കിൽ ഫാറ്റ് ഇത്ര റെഡ്യൂസ് ചെയ്യണം, അല്ലെങ്കിൽ നമുക്ക് മൈദ കട്ട് ചെയ്യണം, പഞ്ചസാര കട്ട് ചെയ്ത് ഇതൊക്കെ ചെയ്തതിന് ശേഷം മാത്രമായിരിക്കും ഇവർ വെയിറ്റ് കുറഞ്ഞേക്കണേ. പ്ലസ് ഇതും ചെയ്യുന്നുണ്ടാവും. പക്ഷെ നമ്മൾ എന്ത് ചെയ്യും, ഈ ഒരു ചിയാ സീഡ് മാത്രം വെള്ളത്തിലിട്ട് കുടിക്കുകയും ചെയ്യും, ബാക്കി ഈ പറഞ്ഞതൊന്നും ചെയ്യാതെ വെയിറ്റ് കുറയുമോ? അതാണ് സാധാരണ ഇപ്പൊ കണ്ടുവരുന്നൊരു കാര്യം. എക്സാക്ട്ലി. ഈ പർദ ലൈഫിനെ കുറിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഇപ്പൊ കിട്ടുന്ന ഒരുപാട് സപ്ലിമെന്റ്സ്, ഡയറ്ററി സപ്ലിമെന്റ് എന്ന വ്യാജനം മൾട്ടി ലെവൽ മാർക്കറ്റിംഗിൽ, കാരണം ഒരു മാർക്കറ്റിംഗ് തന്ത്രമാണ്. ഇന്ന ഡയറ്റ് ഈ സ്പെസിഫിക് പ്രോട്ടീൻ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വെയിറ്റ് ലോസ് ആവും എന്ന് പറഞ്ഞിട്ട്. എനിക്ക് പേഴ്സണലി എൻ്റെ അഭിപ്രായത്തിൽ ഇത് എടുത്തവർക്കും സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ലോ ഇൻ എനർജിയാണ്. അതിന് പുറമെ അവർ ആ സപ്ലിമെന്റേഷൻ സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആസ് ഓഫ് സഡൻ ഇത് ഗെയിൻ ചെയ്യുന്നുണ്ട്. ശരിക്കും അതിന്റെ ക്ലിനിക്കലി സാധാരണ ഇപ്പൊ നമുക്കിപ്പോ ഒരു നോർമൽ ബ്രേക്ക്ഫാസ്റ്റിന് പകരമാണ് ഇവരുടെ പൗഡർ ഒക്കെ കൊടുത്തിട്ട് ഇപ്പൊ രാവിലെ ഒരു ഷെയ്ക്ക്, ഉച്ചയ്ക്ക് ഒരു ഷെയ്ക്ക്, അല്ലെങ്കിൽ രാവിലെ ഒരു ഷെയ്ക്ക് കുടിക്കും, ഉച്ചയ്ക്ക് സാധാ ഫുഡ് കഴിച്ച് രാത്രിയിൽ അവരുടെ ഈ ഷെയ്ക്കും കുടിക്കണം. അപ്പൊ ഇങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ അവർ വെയിറ്റ് കുറയുന്നു എന്നാണ് അവർ കണ്ടുവരുന്ന ഒരു കാര്യം. പക്ഷെ വെയിറ്റ് കുറയുന്നുണ്ട്, പക്ഷെ വെയിറ്റ് കുറഞ്ഞതുകൊണ്ട് മാത്രം ആൾ ഹെൽത്തി ആവുന്നില്ല. പക്ഷെ അത് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കുറഞ്ഞതിനേക്കാൾ സ്പീഡിലാണ് അവർക്ക് വെയിറ്റ് കൂടുന്നത്. പക്ഷേ ഡെത്ത് ഒരു ദിവസം നമുക്ക് ഒരു പ്രോട്ടീൻ ഒരു ഹെൽത്തി പീപ്പിളിന് ഒരു ആവശ്യമുണ്ട്. ഇപ്പൊ 0.83 gram to 1.2 gram per kg ആണ് നമുക്ക് ഒരാൾക്ക് ആവശ്യം വരുന്നത്. അപ്പൊ അങ്ങനെ വരുന്ന ഒരാൾക്ക് ഒരു പ്രോട്ടീന്റെ അളവ് ഇവരുടെ ഈ ഷെയ്ക്കിലൊക്കെ പ്രോട്ടീന്റെ അളവ് കൂടുതലാണ്. അപ്പൊ അതുപോലെ സ്റ്റിറോയിഡ് കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ഒരാൾ ഇത് കണ്ടിന്യൂസ് ഇതിങ്ങനെ കഴിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ കിഡ്നിക്കൊക്കെയാണ് പെട്ടെന്ന് എഫക്റ്റ് ചെയ്യുന്നത്. അപ്പൊ ഇത് ഇങ്ങനെ ഇവർ പറയുന്നത് ഇതിനകത്ത് ഞങ്ങൾക്ക് എല്ലാം പ്രോട്ടീനും ഉണ്ട്, സപ്ലിമെന്റ്സ്, ബാക്കി മിനറൽസ്, വൈറ്റമിൻസ് എല്ലാം ഉണ്ട്. പക്ഷെ ഇങ്ങനെ ഒരു ഷെയ്ക്ക് കഴിക്കുന്നതിന് പകരം നമുക്ക് ഈ കാര്യങ്ങളെല്ലാം നമുക്ക് ഫുഡിലും കിട്ടും. ഇപ്പൊ നട്ട്സ്, ബാക്കി ഓട്സ്, ഫ്രൂട്ട്സ് എല്ലാം കട്ട് ചെയ്തിട്ട് കഴിച്ചു കഴിഞ്ഞാലും ഈ ഒരു ഷെയ്ക്ക് ആവും. അപ്പൊ അങ്ങനെ കഴിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ഇതൊക്കെ എളുപ്പപ്പണിക്ക് വേണ്ടി ചെയ്യുന്നതാണ്. അപ്പൊ ഇതൊരു നല്ല രീതിയല്ല. ഇതൊരു മാർക്കറ്റിംഗ്, എൻ്റെ ഒക്കെ ഒരു മൈൻഡിൽ ഞാൻ മനസ്സിലാക്കുന്നത് വളരെ ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയാണ്. പക്ഷെ അവർ ഇത് മാത്രം കഴിച്ചത് കൊണ്ട് വെയിറ്റ് കുറയുന്നില്ല. അവര് ബാക്കി പറഞ്ഞ, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ചിയാ സീഡ് കഴിക്കുന്നു, അതിന്റെ കൂടെ ഇപ്പൊ കട്ട് ചെയ്യേണ്ടത് കട്ട് ചെയ്യാതെ വെയിറ്റ് കുറയില്ല. അതുപോലെ ഇവരുടെ അടുത്ത് ഇത് പറയുന്നുണ്ട്, മധുരം കട്ട് ചെയ്യണം. അപ്പൊ ബാക്കി എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ചത് കൊണ്ട് മാത്രമാണ് വെയിറ്റ് കുറയണത്, അല്ലാതെ ഇത് മാത്രം കഴിച്ചത് കൊണ്ടല്ല വെയിറ്റ് കുറയണത്. അതുകൊണ്ട് ഇതിനകത്ത് ശ്രദ്ധിക്കണം. അല്ലാതെ ആ ഷെയ്ക്ക് കുടിച്ചുകൊണ്ട് മാത്രമല്ല വെയിറ്റ്. എക്സസൈസും കൊടുക്കുന്നുണ്ട്, ഡയറ്റും പറയുന്നുണ്ട്. പക്ഷെ നമുക്കറിയാം പ്രോട്ടീനൊക്കെ കൂടുതലായിട്ട് അടിച്ചു കയറ്റുമ്പോൾ വെള്ളം അവരുടെ അടുത്ത് പ്രത്യേകം പറയുന്നുണ്ട്, നിങ്ങൾ വെള്ളം ഒരു 3-4 ലിറ്റർ കഴിക്കണം. അപ്പൊ അല്ലെങ്കിൽ എന്തുകൊണ്ടാണ്? എന്ത് സ്ട്രാറ്റജി കൊണ്ടുവന്ന പേഴ്സണലി ഒരു അഭിപ്രായവും ഇല്ല. സത്യം പേഴ്സണലി എന്റെ പേഴ്സണൽ സാധനമാണ്. ഒന്ന് കാരണം അതല്ല അതിന്റെ റൈറ്റ് മെത്തേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രോപ്പർ ആയിട്ട് ഒരു ബാലൻസ്ഡ് ഡയറ്റും പ്രോപ്പർ ആയിട്ട് അവർക്ക് ഉള്ള ഒരു എക്സസൈസും കൊണ്ടുവന്ന ഒരു ദിവസം ഒരു 30 മിനിറ്റ്സ് വീക്കിലി ഒരു 5 days എക്സസൈസും ഒന്നും വേണ്ട. അറ്റ്ലീസ്റ്റ് ഈ ഷുഗർ കട്ട് ചെയ്ത് ഓയിൽ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആള് ഹെൽത്തി ആവും. അതന്നെ പറയാനുള്ളൂ. അപ്പൊ ഷുഗറും കട്ട് ചെയ്ത് മൈദയും കട്ട് ചെയ്ത് എക്സസൈസും പ്രോപ്പറായിട്ട് ചെയ്ത് അവരുടെ സാധാരണ ഡയറ്റ് ഫോളോ ചെയ്താൽ തന്നെ എല്ലാവർക്കും വെയിറ്റ് കുറയാവുന്ന ഒരു മെജോറിറ്റി ഓഫ് ടീമിന് അത് ചെയ്യാൻ പറ്റും. ബാക്കി വളരെ ചെറിയ പെർസെന്റേജ് ഉള്ളൂ നമ്മുടെ ഈ എന്താ പറയാ ഹോർമോണൽ ഇഷ്യൂസ്, പിസിഒഡിനെ കുറിച്ചിട്ടൊക്കെ എങ്ങനെയാണ് അപ്പൊ പിസിഒഡി കാരണം വെയിറ്റ് ഉള്ളവർക്കും ഉണ്ട് പിസിഒഡി, വെയിറ്റ് ഇല്ലാത്തവർക്കും ഉണ്ട് പിസിഒഡി. കാലറി കർശനമായിട്ട് നിയന്ത്രിച്ചുള്ള ഡയറ്റ് എന്ന് പറഞ്ഞാൽ ദീർഘകാലാടിസ്ഥാനത്തിൽ പരാജയപ്പെടാനേ സാധ്യത. കാരണം അതെന്ന് വെച്ചാൽ കാലറി കർശനമായിട്ട് നിയന്ത്രിക്കുമ്പോൾ നമുക്കത്
ഹോർമോണിൻ്റെ ഒക്കെ താളം തെറ്റിക്കാനും വഴിയുണ്ട്. കാരണം അതുമൂലം പിന്നെ നമുക്ക് വിശപ്പ്, ക്ഷീണം, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പിന്നീട് വർദ്ധിക്കും. കാരണം ഒരു തൽക്കാല നമുക്ക് കാലറി കൗണ്ടിങ് ഒക്കെ ഓക്കെ, പക്ഷെ ദീർഘകാല അടിസ്ഥാനത്തിൽ ഇത് പരാജയപ്പെടാനേ സാധ്യതയുള്ളൂ. ശരിക്കും അപ്പൊ ഈ സാധാരണ ഇപ്പൊ ജേണൽ എടുക്കൂലേ, ഇപ്പൊ നമ്മളിപ്പം അതിന്റെ മുകളിലുള്ള ഒരു അവയർനെസ് ആക്ച്വലി നടക്കൂല അല്ലെ ആൾക്കാർക്ക്? ഇല്ല, നടക്കത്തില്ല. അതാണ് സത്യം. ശരി, ചെയ്യാണെന്നുണ്ടെങ്കിൽ ബെസ്റ്റ് അല്ലേ? ബെസ്റ്റ് ആണ്, പക്ഷെ അത് നമുക്ക് നടക്കുമോ എന്നുള്ളതാണ്. എത്ര നാൾ നടക്കും? നമുക്കിപ്പോ ഒരു ഫുഡ് എടുത്തു, ഇതിൽ ഇത്ര കലോറിയാണ്, അപ്പൊ എന്ത് കഴിച്ചു, എപ്പോൾ കഴിച്ചു, എത്ര കഴിച്ചു എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. ഇപ്പൊ ഞാനിപ്പോ ഇന്ന് എക്സ്ട്രാ എന്തെങ്കിലും കഴിച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത നേരത്തെ ഫുഡ് ഞാൻ റെഡ്യൂസ് ചെയ്യാന്ന് എൻ്റെ മൈൻഡ് സെറ്റ് ആക്കണം, അല്ലാതെ നടക്കില്ല. അപ്പൊ അങ്ങനെ തന്നെ കാലറി, അപ്പൊ അതും കാലറി കൗണ്ടിങ് തന്നെയല്ലേ. ഇപ്പൊ ഞാനിപ്പോ ഇന്ന് ഉച്ചയ്ക്ക് നന്നായിട്ട് കഴിച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത നേരത്തെ ഫുഡ് ഇപ്പൊ സാലഡും ഫ്രൂട്ട്സും ആക്കാന്ന് ഞാൻ വിചാരിക്കണം. അല്ല, അടുത്ത നേരത്തെ ഫുഡും ഇങ്ങനത്തെ ജങ്ക് ഫുഡൊക്കെ കഴിക്കുന്നെങ്കിൽ ആ ഒരു അവയർനെസ് മതി, ഡീപ്പായിട്ട് ഇതിന്റെ കൗണ്ടിങ്ങിലേക്കൊന്നും പോകേണ്ട ആവശ്യമില്ല. അപ്പൊ അങ്ങനെ കൗണ്ട് ചെയ്ത് നന്നായിട്ട് പോവാൻ പറ്റുവാണെങ്കിൽ അത് ബെസ്റ്റ് തന്നെയാ. വിഷയം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സെൽഫ് മാനിപ്പുലേഷൻ ഒരു വലിയൊരു ഘടക. കാരണം സ്വന്തമായിട്ട് ആൾക്കാർ പറയും ഓക്കെ ഞാൻ അത്രയൊന്നും കഴിക്കുന്നില്ലല്ലോ, ഞാൻ ഇത്രേ കഴിക്കുന്നുള്ളൂ, ഞാൻ അവിടെ കൗണ്ടിങ്ങിന് ഒരു പ്രാധാന്യം കിടക്കുന്നുണ്ട്. കാരണം ആ കൗണ്ട് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ മനസ്സിലാവും ഓക്കെ നമ്മുടെ സിറ്റുവേഷൻ അവര് നമ്മളടുത്ത് പറയും ഞാൻ ആകെ കുറച്ചേ കഴിക്കാറുള്ളൂ. അപ്പൊ നമ്മൾ അങ്ങോട്ട് ചോദിക്കും നിങ്ങൾ എന്തൊക്കെയാണ് കഴിക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ അവർ കഴിക്കുന്നത് കൂടുതൽ തന്നെയായിരിക്കും. അവരുടെ തിങ്കിൽ അത് അവർ കുറച്ചായിരിക്കും, പക്ഷെ കഴിക്കുന്ന ഫുഡ് കാലറി റിച്ച് ഫുഡ് ആയിരിക്കും കഴിക്കുന്നത്. അപ്പൊ അതൊരു പ്രശ്നം തന്നെയാണ്. ഇപ്പൊ ഓഫീസിലിരിക്കുന്ന ഒരാള് കഴിക്കുന്നത്, നമുക്കൊരു സെഡൻഡറി ലൈഫ് സ്റ്റൈൽ ആയിരിക്കും ഓഫീസിലുള്ള ആള് കഴിക്കുന്ന ഫുഡ് എന്ന് പറഞ്ഞപ്പം കുറച്ചേ കഴിച്ചാൽ മതിയായിരിക്കും. പക്ഷെ അവര് കുറച്ചെന്ന് പറഞ്ഞാലും കഴിക്കുന്ന ഫുഡ് എങ്ങനത്തെ ആയിരിക്കും? പെപ്സി ഇങ്ങനത്തെ കഴിക്കുമ്പോഴാണ് പ്രശ്നം വരുന്നത്. അതും അവരുടെ കണക്കിൽ കുറച്ച് തന്നെയാണ് കഴിക്കുന്നത്. അവരുടെ കണക്കില് അതാണ് അവിടെ എത്ര അളവിൽ കഴിക്കുന്നു, ടൈമും പ്രധാനം. അതെ, എനിക്കൊക്കെ കോമൺലി വരുന്ന കുറെ ക്വസ്റ്റ്യൻസ് എന്താ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറയുന്നില്ല എന്ത് കുറയുന്നില്ല എന്നുള്ളതിനെ കുറിച്ചിട്ട് അവർക്ക് ധാരണ ഇല്ല, മെഷർ ചെയ്യുന്നില്ല. അപ്പൊ വൺസ് ലൈക്ക് ഒരാൾ കുറയുന്നില്ല പറയുമ്പോ അവര് അതിന്റെ ഉള്ളിലുള്ള ഫീലിംഗ് ആണ് അവർ പറയുന്നത് ഞാൻ കുറയുന്നില്ല എന്ന്. ആക്ച്വലി മെഷർ ചെയ്ത് നോക്കി ഞാൻ എല്ലാ ക്ലയൻസിനോടും പറയുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ മെഷർ യുവർസെൽഫ്. ലൈക്ക് നിങ്ങളുടെ വേസ്റ്റ്, അതുപോലെ തന്നെ ചെസ്റ്റിന്റെ ഈ പോർഷൻ, ആംസ്, നെക്ക്, തൈസ്, കാഫ് അളന്ന് വെക്കുക, സെന്റിമീറ്ററിൽ അളന്ന് വെക്കുക. എന്നിട്ട് നിങ്ങൾ എക്സസൈസ് ചെയ്യുക, പ്രോപ്പറായിട്ട് ഡയറ്റ് ചെയ്യുക, അത് രണ്ടും അളക്കുക. എക്സസൈസ് എത്ര ചെയ്യുന്നുണ്ട്, അത് എക്സസൈസ് നിങ്ങൾ എത്ര വെയിറ്റ് യൂസ് ചെയ്തു, എത്ര കാലറിയുടെ കാർഡിയോ ചെയ്തു, അതുപോലെ തന്നെ നിങ്ങൾ ബാലൻസ് ഡയറ്റ് ആണോ ചെയ്യുന്നത് എന്നുള്ളത് ജസ്റ്റ് ഡീപ്പായിട്ടൊന്നും വേണ്ട, ഒരു ഏകദേശം ഒരു അളവ് ധാരണ കാർഡിയോ ചെയ്ത്. ഇപ്പൊ വെയിറ്റ് കുറയ്ക്കാൻ വരുന്ന ഒരാള്, ഇപ്പൊ എത്ര വെയിറ്റ് ഉള്ള ഒരാളും പെട്ടെന്ന് വെയിറ്റ് കുറയണമെങ്കിൽ ഈ കാർഡിയോ ചെയ്യണമെന്നാണോ? കാർഡിയോ ചെയ്താൽ ഫാറ്റ് നന്നായിട്ട് ബേൺ ചെയ്യുന്നു. നമുക്ക് അതിലേക്ക് വരാം. ഞാൻ പറഞ്ഞു വന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ അസസ്മെന്റ് ലൈക്ക് അവര് ആദ്യം ഈ പെർട്ടിക്കുലർ ആ പ്രോഗ്രാം വാട്ട് എവർ ഇറ്റ് ഇസ് പേഴ്സൺ ടു പേഴ്സൺ ഇറ്റ് വേരീസ്. അവർക്ക് കാർഡ് ചിലപ്പോൾ കൂട്ടി കൊടുക്കേണ്ടി വരും, കുറച്ച് കൊടുക്കേണ്ടി വരും, അവരുടെ അസുഖങ്ങളെ ഡിപ്പെൻഡ് ചെയ്യും, അവരുടെ സൈക്കോളജിനെ ഡിപ്പെൻഡ് ചെയ്യും, അവരുടെ ചുറ്റുപാടുകളെ ഡിപ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ പ്രോഗ്രാം ഡിസൈൻ ചെയ്യും. ആ പ്രോഗ്രാം അവർ ചെയ്ത് വീണ്ടും ഒരു 10 ദിവസം കഴിഞ്ഞിട്ട് അവർ മെഷർ ചെയ്യുമ്പോഴാണ് അവർക്ക് മനസ്സിലാവും ഓക്കെ എൻ്റെ ചെസ്റ്റിന് ഇത്ര ചേഞ്ച് ഉണ്ട്, എൻ്റെ ലെഗ്സിന് ഇത്ര ചേഞ്ച് ഉണ്ട്, എൻ്റെ വെയിറ്റ്സിൽ ഇത്ര മാറ്റമുണ്ട്. പിന്നെ ആ വാട്ടർ ലോസും വെയിറ്റ് ലോസും തമ്മിലുള്ള ഒരു പ്രോബ്ലം ഉണ്ട്. പിന്നെ പെട്ടെന്ന് തന്നെ ഇടക്കിടക്ക് വെയിറ്റ് നോക്കുന്നതിന്റെ ഒരു വിഷയവും ഇതിൽ കിടക്കുന്നത്. ഞാനാണെങ്കിൽ പറയാന്ന് വെയിറ്റ് ഇപ്പൊ നമുക്ക് വെയിറ്റ് ലോസിന് വേണ്ടിയിട്ട് നമ്മുടെ അടുത്ത് വരുന്ന പേഷ്യൻസിന്റെ അടുത്ത് നമ്മൾ പറയാൻ മന്ത്ലി 1 മന്തിലേ വെയിറ്റ് നോക്കാവുള്ളൂ. അതെ, അപ്പൊ അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് 15 ഡേയ്സിലെങ്കിലും. അല്ലാതെ എന്നും ഇന്ന് നോക്കും അതിൽ 1 കിലോ കുറഞ്ഞുള്ളൂ, അല്ലെങ്കിൽ അടുത്ത ദിവസം കുറഞ്ഞിട്ടില്ല. വാട്ടറിന്റെ ഒരു സാധനമാണ് അതിൽ വരുന്നത്. പിന്നെ മെഷർ ചെയ്യാം, കാരണം അളവെടുത്ത് നോക്കുക നമുക്ക്, അതാണ് ഏറ്റവും ബെസ്റ്റ്. മെഷറിംഗ് ടേപ്പ് യൂസ് ചെയ്ത് നോക്കുന്നതാണ്. കാരണം ഇനീഷ്യലി ഒക്കെ വെയിറ്റ് ലോസിനെക്കാളും സൈസ് ലോസ് ആണ് ഉണ്ടാവുക. മാനേജ് ക്രേവിംഗ് ആൻഡ് ഇമോഷണൽ ഈറ്റിംഗ്. ക്രേവിംഗ് മാനേജ് ചെയ്യുന്നതും ഇമോഷണൽ ഈറ്റിങ്ങും. ആ ക്രേവിങ്ങിനും അതെ, ഇപ്പോൾ ഒരുപാട് ക്ലയൻസ് വന്നിട്ട് നമ്മളടുത്ത് എനിക്ക് ഫുഡിനോട് ഭയങ്കര ക്രേവിംഗ് ആണ്, പിന്നെ അതുപോലെ തന്നെ എനിക്ക് സ്ട്രെസ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ കൂടുതലായിട്ട് കഴിക്കും, എനിക്ക് വർക്ക് ലോഡ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് കഴിക്കും. നിങ്ങളത് എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യാം?
അപ്പം നമ്മൾ സാധാരണ പറയുമ്പോൾ ഇപ്പോൾ ഇവരോട് ഇപ്പോൾ അവർക്ക് ഇഷ്ടമുള്ള ഫുഡ് കഴിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് കഴിക്കാൻ പറ്റൂല എന്നുള്ളതാണ് അവരുടെ ഒരു മെയിൻ പ്രശ്നം. കാരണം ഫുഡ് കഴിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതല്ല. ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം, ലഞ്ച് കഴിക്കാം, ഡിന്നറൊക്കെ കഴിക്കാം. പക്ഷെ അവർക്ക് ഇഷ്ടമുള്ള ഫുഡ് കണ്ടാൽ അവർ കൂടുതൽ കഴിക്കുന്നു. ഇപ്പോൾ അവർക്ക് അൽഫാം, മന്തി ഇങ്ങനത്തെയൊക്കെ ആണെങ്കിൽ അത് കഴിക്കണം, അല്ലെങ്കിൽ അത് ഒഴിവാക്കാൻ നമ്മൾ അവരോട് പറഞ്ഞാൽ അവരത് കേൾക്കില്ല. അപ്പം ആ ഒരു ക്രേവിങ്സ് ഒഴിവാക്കണമെങ്കിൽ, കാരണം അവർ തന്നെ അത് വിചാരിക്കണം. ഇപ്പം ഞാനോ നിങ്ങളോ പറഞ്ഞത് കൊണ്ട് അവർ അത് ഒഴിവാക്കാൻ തയ്യാറല്ല. ഇമോഷണൽ ഈറ്റിംഗ് ഒരു മെന്റൽ കണ്ടീഷൻ ആണല്ലോ. അതെ, ലൈക്ക് അതിനൊരു സൈക്കാട്രിക് സപ്പോർട്ട് അല്ലെങ്കിൽ കൗൺസിലിംഗ് മാതിരിയുള്ള ഏതെങ്കിലും അതൊക്കെ വർക്ക്ഔട്ട് ആവില്ലേ? ലൈക്ക് അതും ഒരു പരിധി വരെ അവയർനെസ് ബോസിനുണ്ട്, അല്ലെങ്കിൽ ആളുകൾക്ക് അവെയർ ആയിരിക്കും അവരിതേപ്പറ്റി അവെയർ ആണ്. പക്ഷെ അവർക്ക് ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. അവയർനെസ് ഇല്ലായ്മയല്ല ഇതിലെ പ്രശ്നം. പക്ഷെ അവർക്ക് അവരുടെ മൈൻഡിൽ ഞാൻ പറയണത് വെച്ചാൽ, ഇപ്പോൾ വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടി വരുന്ന ആള് ഇപ്പോൾ വെയിറ്റ് കുറച്ച് കഴിയുമ്പോൾ പറയും, ഇപ്പോൾ ഇന്ന ആള് ഇപ്പം നീ വെയിറ്റ് കുറഞ്ഞപ്പോൾ നന്നായിട്ടുണ്ട് അല്ല. ഇപ്പം വെയിറ്റ് ഉള്ളപ്പോൾ അവർക്കുള്ള ബുദ്ധിമുട്ടുകൾ അവർക്ക് എന്തൊക്കെയാണെന്നുള്ളത് അവരുടെ അനുഭവത്തിൽ ഉണ്ടാവുമല്ലോ. അത് അവരൊന്ന് ചിന്തിച്ചാൽ മതി. ഈ 2-3 ഫാക്ടേഴ്സ് ഞാൻ ഇപ്പം ചിന്തിച്ചപ്പോൾ മനസ്സിലാക്കിയത്, ഒന്ന് ലിമിറ്റഡ് ബിലീഫ്സ്, സ്വന്തമായിട്ട് ധരിച്ചു വെച്ചിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ, ധാരണകളുണ്ട്. അപ്പം അത് ബ്രേക്ക് ചെയ്യാനുള്ള ഒരു പ്രശ്നം. അത് ഒരു പക്ഷേ ഗോൾ ഓറിയന്റഡ് അല്ലാത്തത് കൊണ്ടാവും. അപ്പം അധികം ആൾക്കാരും ട്രാൻസ്ഫോർമേഷൻ ജേർണിയിൽ, കാരണം വളരെ ചെറിയ പെർസെൻറ്റേജ് ആൾക്കാരോ ട്രാൻസ്ഫോം ചെയ്യുന്നുള്ളൂ. ലൈക്ക് ഫിറ്റ്നസ് ജിമ്മിലൊക്കെ റെഗുലറായിട്ട് എക്സസൈസ് ചെയ്യുന്ന ആൾക്കാർ എന്ന് പറയുമ്പോൾ ഒരു 5% ആൾക്കാരെ ഉണ്ടാവുള്ളൂ. അത് ആ 5% ആൾക്കാർ തന്നെ എന്നൊക്കെ പോലെ, അല്ലെങ്കിൽ നിസാർക്കിനെ പോലെ, അതായത് ചെറുപ്പം മുതലേ ജിമ്മ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ബ്രെയിനിൽ എങ്ങനെയോ ഇൻപൾഡ് ആയി പോയത്, ഒന്നില്ലെങ്കിൽ പാരൻസ് ത്രൂവോ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കണ്ട മൂവീസിന്നോ എന്തോന്ന് നമ്മളെ ഉള്ളിലേക്ക് ആ ഒരു പാഷൻ കയറി വന്ന് അത് ഫോളോ ചെയ്യുന്ന ആൾക്കാർ മാത്രം റെഗുലർ എക്സസൈസർ ആവുന്നുള്ളൂ. ബാക്കി എല്ലാവരും ട്രൈ ചെയ്യുന്നുണ്ട്. ലൈക്ക് വാക്കിങ് ട്രൈ 95% ആൾക്കാരും ട്രൈ ജസ്റ്റ് വാക്ക് ചെയ്യും, അല്ലാന്നുണ്ടെങ്കിൽ ജിമ്മിലൊന്ന് കയറി ഇറങ്ങും, അല്ലാന്നുണ്ടെങ്കിൽ ഒരു 20 കിലോ കുറച്ച് വീണ്ടും ഇറങ്ങും. അവിടെ ശരിക്കും ഒരു പ്രൊഫഷണൽ ടച്ച് ഒരു കസ്റ്റമർക്ക് കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആള് ഒരു പെർസെൻറ്റേജ് മാറും. കംപ്ലീറ്റ്ലി ഞാൻ പറയുന്നില്ല. ഇപ്പൊ 5% എന്നുള്ളത് ഒരു 10-15% മാറാം. കാരണം അവരുടെ ഗോൾ എന്താന്നുള്ള ധാരണ പ്രോപ്പറായിട്ട് അവരുടെ ബ്രെയിനിലേക്ക് കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അത് നമ്മൾ ഒരു ട്രെയിനർ കൊടുക്കുന്നതല്ല, അവരുടെ എന്താണ് അവരുടെ ഗോള് എന്നുള്ളത്. ആ ഗോള് ശരിക്കും സ്പെസിഫിക് ആവണം, മെഷറബിൾ ആവണം, അറ്റൈനബിൾ ആവണം, റിലവൻ്റ് ആവണം, ടൈം ബൗണ്ടഡ് ആവണം. അത് കാരണം ഒരു ഗോൾ എന്ന് പറയുമ്പോൾ അത് അതിനൊരു ലിമിറ്റ്, ഒരു ടൈം ബൗണ്ട് ഉണ്ടാവണം. അതുപോലെ തന്നെ അത് റിലവൻ്റ് ആണോ, അല്ലെങ്കിൽ അത് അറ്റൈനബിൾ ആണോ. ചിലപ്പോൾ 10 കിലോ 20 കിലോ ഇപ്പം ഇതുപോലെ ഒരു ഇമോഷണൽ ഈറ്റിംഗ് ഒരു ദിവസം ഇപ്പോൾ 2 ലിറ്റർ പെപ്സിയും അല്ലാന്നുണ്ടെങ്കിൽ ഇതൊക്കെ അടിക്കുന്ന ആൾക്കാരാണ്, ഒരു വലിയ മന്തിയൊക്കെ ഒരുപാട് കഴിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് ഒറ്റയടിക്ക് നമുക്കിപ്പോൾ ചോറ് കൊടുക്കാനോ അല്ലെങ്കിൽ ചെറിയ കുറച്ച് സാധനങ്ങൾ കൊടുക്കാനോ നമുക്ക് പറ്റില്ല. അവർക്ക് അറ്റൈനബിൾ ആയിട്ടുള്ള ഒരു ഡയറ്ററി ഗോള് അല്ലെങ്കിൽ ഒരു എക്സസൈസ് ഗോള്, അത് പ്രോപ്പറായിട്ട് അതിനെ കുറിച്ചിട്ടുള്ള ഒരു ധാരണ അവർക്ക് കൊടുത്ത് ഒരു പ്രോഗ്രാം വെച്ചിരിക്കുന്ന ഒരു ധാരണ മാറ്റണം. അതെ. പിന്നെ പ്രോഗ്രാം അവർക്ക് എക്സസൈസിനാണെങ്കിൽ നമ്മൾ ബ്ലൂ പ്രിന്റ് ക്രിയേറ്റ് ചെയ്യും. ആൾ എക്സസൈസ് ചെയ്യാൻ തയ്യാറായിരിക്കും, പക്ഷെ എക്സസൈസ് റെഗുലർ ആയിട്ട് ചെയ്യണമെന്നില്ല ഇങ്ങനെയുള്ളവര്. എക്സാക്ട്ലി അത് അവരുടെ ഡിഫൻസ് മെക്കാനിസം ആണ്. അവര് ഞാൻ ഭക്ഷണം കൂടുതലായിട്ട് കഴിക്കുന്നു, അതുകൊണ്ട് ഞാൻ എക്സസൈസ് ചെയ്യാം, എന്നാലും എനിക്ക് എന്റെ ലൈഫ് ബാലൻസിൽ കൊണ്ടുവരാൻ പറ്റുള്ളൂ എന്നുള്ളൊരു ബ്രെയിനിനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന. പക്ഷെ ഞാൻ പറയുന്നത് ഇപ്പൊ ഇങ്ങനെ കഴിക്കാം, പക്ഷെ അവർക്ക് ഇപ്പൊ ഒരു നേരം ഇങ്ങനെ, ഇപ്പൊ എന്നുമല്ല, ഒരു നേരം ഇങ്ങനെ കഴിച്ചെങ്കിൽ അടുത്ത നേരം അവർക്ക് ഫ്രൂട്ട്സ് സാലഡൊക്കെ കഴിക്കാനുള്ള മൈൻഡ് അവർക്കുണ്ടായാൽ മതി. ഇതുപോലുള്ള ആൾക്കാർക്ക്, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു കാറ്റഗറി ഓഫ് ടീമിന്, അതായത് ഇമോഷണൽ ഈറ്റിംഗ് വരുന്ന ആൾക്കാർക്ക് ഈ കാലറി കൗണ്ടിങ് അതൊരു നല്ല ഒരു ഓപ്ഷനാ അല്ലേ? അതെ, നല്ല ഓപ്ഷൻ. അങ്ങനെയുള്ളവർക്ക് കാലറി, ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ കാലറി കൂടുതൽ എടുത്തു, അടുത്ത നേരത്തെ ഫുഡ് അവര് കുറയ്ക്കണം. അങ്ങനെ ഒരു പോസിബിൾ ആവോ? അങ്ങനെയാണെങ്കിൽ അവർക്ക് പോസിബിൾ ആവും. ഏത് ഇങ്ങനെയുള്ളവർക്ക്, ഇമോഷണൽ ഈറ്റിംഗ് ഇങ്ങനെയുള്ളവർക്ക് ഇതായിരിക്കും ഒന്നും കൂടെ നല്ല. അതുപോലെ അവർക്ക് ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിങ്ങും നല്ല പോസിബിൾ ആയിരിക്കും. ഈ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിങ്ങിന്റെ
എഫക്റ്റീവ്നെസ് എങ്ങനെയാണ്, അല്ലെങ്കിൽ അത് സേഫ് ആണോ, അല്ലെങ്കിൽ അതെങ്ങനെയാണ് വെയിറ്റ് ലോസിനെ ബാധിക്കുന്നത്? ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് കാരണം സേഫ് ആണോ എന്ന് വെച്ചാൽ സേഫ് ആണ് നമുക്ക്, കാരണം അത് ആർക്കൊക്കെയാണ് എടുക്കാൻ പറ്റുന്നതെന്നുള്ളതാണ്. അപ്പോൾ എല്ലാവർക്കും ഇത് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ഒരു ഡയബറ്റിസ് മെലിറ്റസ് ഉള്ള ആൾ, ഹൈപ്പർ ടെൻഷൻ, പല പല അസുഖങ്ങളുള്ള ആൾക്കാർക്ക് ഇതെടുക്കുമ്പോൾ പല പല പ്രശ്നങ്ങളുണ്ടാകും. അപ്പോൾ അവർക്ക് ഇത് എടുക്കുന്നത് കൊണ്ട് നമുക്ക് അഡ്വൈസ് ചെയ്യാൻ പറ്റില്ല. സേഫ് ആണോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സേഫ് ആണ്, കാരണം സേഫ് ആണെന്ന് വെച്ചാൽ ഒരു പരിധി വരെ കാരണം ലോങ് ടേമിലേക്ക് കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ. ലോങ് ടേം അതും ഒരു കാരണമാണ്. കാരണം എപ്പോഴും നമ്മുടെ സാഹചര്യം ഇപ്പോൾ നമുക്കിപ്പോൾ ഇത്ര ഗ്യാപ്പ് ഇട്ട് ഫുഡ് കഴിക്കുക, ഇപ്പം നമ്മളൊരു യാത്രയിലാവും, ഒരു ഫംഗ്ഷന് പോവും, ഇങ്ങനെയൊക്കെ ആവുമ്പോൾ നമുക്കിത് താളം തെറ്റും. അപ്പോൾ ഇത് നമ്മളിപ്പോൾ മറ്റേ ബയോ ഹാക്കിങ്ങിന് ഇപ്പോൾ റീസെൻ്റ്ലി ഇപ്പോൾ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ഭയങ്കര അടിപൊളിയാണ് എന്ന് പറയുന്നുണ്ട്. കാരണം അവരിപ്പോൾ പഴയ നമ്മളെ ട്രഡീഷണൽ സ്റ്റൈൽ, കാരണം പണ്ട് ഈ കേവ് മാൻ ആയിട്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ഗുഹയിൽ ഒളിച്ച് നിൽക്കുക ചെയ്യുക, പുറമെ ആൾക്കാർ മറ്റേ മൃഗങ്ങൾ വന്നിട്ട് ചെയ്യുന്നത്. അപ്പോൾ അവർ ഹണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് ഇറങ്ങിയിട്ട് പിന്നെ ഗുഹയിൽ ഒളിച്ച് കുറേ ദിവസങ്ങളോളം നിൽക്കുന്ന ആ ഒരു സംഭവം ഉണ്ടല്ലോ. അപ്പോൾ അവർ അതിൽ എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ടുള്ള അവർ പറയുന്നത് ഹൈ പ്രോട്ടീൻ മീൽ അല്ലെങ്കിൽ ഹൈ കാലറി മീൽസ്, അങ്ങനെ ആകുമ്പോൾ അത്രയും നമുക്ക് ഫാസ്റ്റ് ബോഡിക്ക് പ്രോട്ടീൻ ഒക്കെ കൂടുതലായിട്ട് ഇപ്പോൾ ഒരു നേരത്തെ ഫുഡിൽ ഇപ്പോൾ നമുക്ക് പ്രോട്ടീൻ അത്യാവശ്യം കൂട്ടുകയാണെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് ഗ്യാപ്പ് ഇടുമ്പോൾ നമുക്കത് സേവ് ചെയ്യാൻ പറ്റും, സ്ലോ ഡൈജഷൻ. അപ്പോൾ ആ ഒരു പ്രശ്നം ഒഴിവാക്കാൻ പറ്റും. കേസി മിൽക്കിൽ വരുന്നതാണ് പ്രോട്ടീൻ. വെയിറ്റ് ലോസിന് ഏറ്റവും ബെസ്റ്റ് വർക്ക്ഔട്ട് ഏതാണ് എന്നുള്ളതാണ് ഒരുപാട് ആൾക്കാരുടെ ചോദ്യം. വെയിറ്റ് ലോസിന് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഇൻഡിവിജ്വലൈസ്ഡ് ആണ് എക്സസൈസ് പ്രോഗ്രാം വേണ്ടി. ശരിക്കും നമ്മൾ മാക്സിമം എക്സസൈസ് ചെയ്യുന്നതിനനുസരിച്ച്, അതായത് ഇപ്പോൾ HIIT ആണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ സ്ട്രെങ്ത് ട്രെയിനിങ് ആണെന്നുണ്ടെങ്കിലും ഒക്കെ നന്നായിട്ട് കാലറി ബേൺ ചെയ്യും. ആ കാലറി ബേൺ ചെയ്യുന്നതിനനുസരിച്ചാണ് ടോട്ടൽ വെയിറ്റ് ലോസ് ഉണ്ടാവുന്നത്. അതായത് നമ്മുടെ ടോട്ടൽ ഇൻടേക്ക് എത്രയാണ് വരുന്നത്, ശരീരത്തിലേക്ക് നമ്മുടെ ഡയറ്റ് എത്ര കൊടുക്കുന്നു, അല്ലെങ്കിൽ ഭക്ഷണം എത്ര കൊടുക്കുന്നു, അതിൽ നിന്ന് ഒരു നോർമലി അവർക്ക് റെസ്റ്റിംഗ് മെറ്റബോളിസം, നോർമലി അവരുടെ ബോഡി ബേൺ ചെയ്യുന്ന ഒരു മെറ്റബോളിസം ഉണ്ടാവും. അതിന് പുറമെ നമ്മൾ എക്സസൈസ് ചെയ്യുന്ന എത്ര കാലറി ആണോ ആ കാലറിയും കൂടി ഇതിൽ ആഡ് ഓൺ ചെയ്തിട്ട് ഒരു നെഗറ്റീവ് എനർജി ബാലൻസ് വരും. അതാണ് അവരുടെ വെയിറ്റ് ലോസ് ആയിട്ട് വരിക. പക്ഷേ ഇതിൻ്റെ ഒരു പ്രോപ്പർ വേ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ ഇൻഡിവിജ്വലിനും അവരവരതായിട്ടുള്ള പ്രോസും കോൺസും ഉണ്ടാവും. ലൈക്ക് അവർക്ക് ചില ആൾക്കാർക്ക് കൂടുതൽ ഭക്ഷണം കഴിക്കുന്ന ആൾക്കാരുണ്ടാവും, ചില ആളുകൾ അവർക്ക് വർക്ക് സ്ട്രെസ് ഉണ്ടാവും, അതുപോലെ തന്നെ എന്തെങ്കിലും അസുഖങ്ങളുള്ള ആളുകളുണ്ടാവും. ചിലപ്പോൾ ഒരുപാട് കാര്യങ്ങളെ കൊണ്ട് എക്സസൈസ് പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റാത്ത ആളുകളെ കൊണ്ട് നമ്മൾ മാക്സിമം എക്സസൈസ് എടുപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇൻകൺസിസ്റ്റൻസി വരും. അത് അവരുടെ വെയിറ്റ് ലോസിനെ നെഗറ്റീവായിട്ട് ബാധിക്കും. അവരെങ്ങനെയാണ് കൺസിസ്റ്റൻ്റ് ആക്കുക എന്നുള്ളത് അവരെ പ്രോപ്പറായിട്ട് അസസ് ചെയ്ത് അവരുടെ പാസ്റ്റ് വർക്കൗട്ട് ഹിസ്റ്ററി എന്താണെന്ന് മനസ്സിലാക്കി അവരുടെ ഫിസിയോളജിയും സൈക്കോളജിയും അതുപോലെ തന്നെ ചുറ്റുപാടുകളും മനസ്സിലാക്കിയിട്ട് കസ്റ്റം മെയ്ഡ് ആയിട്ട് അവർക്കൊരു പ്രോഗ്രാം ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിലോ പ്രോപ്പർ വെയിറ്റ് ലോസ് അല്ലെങ്കിൽ ഒരു പ്രോപ്പർ ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ എക്സസൈസിൽ കാർഡിയോയും സ്ട്രെങ്തനിങ്ങും ഉണ്ട്. അപ്പോൾ ഇത് തമ്മിൽ ഉള്ള ഡിഫറൻസ് എന്താ? ആക്ച്വലി ഈ സ്ട്രെങ്ത് ട്രെയിനിങ് പ്രോപ്പറായിട്ട് ചെയ്തിട്ടില്ലെങ്കിൽ ഇത് രണ്ടും കൂടിയുള്ള ഒരു മിക്സ് ആണ് ആക്ച്വലി ചെയ്യേണ്ടത്. കാരണം സ്ട്രെങ്ത് ട്രെയിനിങ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഓരോ വർഷവും ഇപ്പോൾ കാർഡിയോ മാത്രം ചെയ്യുന്ന ആൾക്കാർക്കാണെങ്കിൽ ഒരുപാട് മസിൽസിൻ്റെ ലോസ് ഉണ്ടാവും. ആദ്യം ഏത് ചെയ്യണം എന്നുണ്ടോ? അല്ല, അങ്ങനെയൊന്നുമില്ല. അത് ഡിപ്പെൻഡ്സ് ഓൺ ലൈക്ക് നല്ല ഹെവി ആയിട്ട് റെസിസ്റ്റൻറ്റ് ട്രെയിനിങ് ചെയ്യാനുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇനീഷ്യലി കാർഡിയോ ചെയ്തിട്ട് ആ ഗ്ലൂക്കോസ് കത്തിച്ച് കളയണ്ട എന്നുള്ള സാധനം മാത്രമേ ഉള്ളൂ. ലൈക്ക് ആദ്യം തന്നെ നന്നായിട്ട് എക്സ്ട്രീം ആയിട്ട് നമ്മൾ കാർഡിയോ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്ട്രെങ്ത് ട്രെയിനിങ് ചെയ്യാനുള്ള എനർജി ഉണ്ടാവില്ല. ആ ഗ്ലൂക്കോസ് നമ്മൾ ആദ്യം കത്തിക്കും. അതിനുകൊണ്ട് സ്ട്രെങ്ത് ട്രെയിനിങ് ആദ്യം ചെയ്തിട്ട് നമുക്ക് ഇത് ചെയ്യാം. അത് ചില പ്രിഫറൻസ് ആണ് ചില കേസുകൾ ചോദിക്കാറുണ്ട്. അതെ, ബേസിക് വാമപ്പ് പോലുള്ള കുറച്ച് കാര്യങ്ങൾ കാർഡിയോ ചെയ്തതിന് ശേഷം നന്നായിട്ട് ഹൈ ഇന്റൻസ് ആയിട്ട് ഇത് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ മാത്രമാണ് ഈ ഒരു സ്ട്രാറ്റജി. അതല്ല ഒരു എന്താ പറയുക ജനറൽ ഫിറ്റ്നസ് ആണെന്നുണ്ടെങ്കിൽ മുൻപേ കാർഡിയോ ചെയ്താലും പ്രോബ്ലം ഒന്നുമില്ല. പിന്നെ ഈ അധികം ആൾക്കാരും ചെയ്യുന്ന ഒരു നെഗറ്റീവ് സാധനം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഓടുക അല്ലെങ്കിൽ കാർഡിയോ മാത്രം ചെയ്യുക. അത് ശരിക്കും റോങ് ആയിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ് ഫിറ്റ്നസിന്റെ. രണ്ടുപേർക്കും ഒരേ സാധനം തന്നെ. അതായത് ഇതില് മറ്റേ സ്ട്രെങ്ത് ട്രെയിനിങ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഫ്യൂച്ചറിൽ
ബോൺ ഡെൻസിറ്റിന്റെ ഇഷ്യൂസ്, മറ്റേ ആർത്രൈറ്റിസ്, ഓസ്റ്റിയോപൊറോസിസ് ഇതുപോലുള്ള രോഗങ്ങൾ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അല്ലെങ്കിൽ അത് വന്നു കഴിഞ്ഞാൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത ഒരു വിഷയം വരും. സ്ട്രെങ്ത് ട്രെയിനിങ് ചെയ്യുന്നവർക്ക് അതിനൊരു ബോൺ ഡെൻസിറ്റി ഉണ്ടാവും, ലൈക്ക് കുറച്ചും കൂടി ഒരു എന്താ പറയുക സ്ട്രെങ്ത് ഉണ്ടാവും. രണ്ടും വേണം. പിന്നെ കാർഡിയോ എക്സ്ട്രീം ആയിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇഞ്ചുറി വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്, ലൈക്ക് നീ, ബാക്ക്. കാരണം രണ്ട് മസിൽ, ടൈപ്പ് 1 ടൈപ്പ് 2 മസിൽ രണ്ട് ഫൈബേഴ്സിനും പ്രോപ്പറായിട്ട് ഇത് കൊടുക്കണം. പിന്നെ കാർഡിയോ ചെയ്യുന്ന സമയത്ത് ഇതിന്റെ ബെനിഫിറ്റ്സ്, കാർഡിയോ ചെയ്യുന്ന സമയത്ത് നമ്മുടെ കാർഡിയോ ഇതുണ്ടല്ലോ, അതായത് എന്താ കാർഡിയോ റെസ്പിറേറ്ററി സിസ്റ്റം, ആ സിസ്റ്റം ബെറ്റർ ആവും. ഇങ്ങനെ ഒരു ധാരണയുണ്ട്, ആദ്യം കാർഡിയോ ചെയ്തിട്ട് പിന്നെ സ്ട്രെങ്ത് ട്രെയിനിങ് ചെയ്താലോ എന്നുള്ളൊരു ചിലവരുടെ ഒരു അത് അങ്ങനെയൊന്നുമില്ല. അത് നമ്മൾ നല്ല ബോഡി ബിൽഡേഴ്സ് ഒക്കെ ആയിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ ഹെവി ആയിട്ട് റെസിസ്റ്റന്റ് ട്രെയിനിങ് ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആ റെസിസ്റ്റന്റ് ചിലപ്പോൾ ഡെഡ് ലിഫ്റ്റും സ്ക്വാട്ടൊക്കെ ചെയ്യാനുള്ള എനർജി, അത് കുറച്ച് റിസ്കി ആയിട്ടുള്ള എക്സസൈസുകളാണ്. അവർക്ക് ആ ഇത് എനർജി കിട്ടണമെന്നുണ്ടെങ്കിൽ ആ എനർജി ശരിക്കും ഇനീഷ്യലി കാർഡിയോ ചെയ്ത് കളയരുത്. എന്നിട്ട് അത് ചെയ്യുക, അത് കഴിഞ്ഞതിന്റെ ശേഷം കാർഡിയോ ചെയ്യുക. കാരണം കാർഡിയോ കുറച്ച് എനർജി യൂസ് ചെയ്താൽ മതിയല്ലോ, മറ്റേ നല്ല എനർജി യൂസ് ചെയ്യണം. അതാണ് അതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ടിലുള്ള സാധനം. ഇപ്പൊ സാധാരണ ഒരു നമ്മളിപ്പോ ഡയറ്റും എക്സസൈസും ചെയ്യുന്ന ആൾക്കാരോട് പറയാം എംപ്റ്റി സ്റ്റൊമക്കിൽ എക്സസൈസ് ചെയ്യണം എന്നുള്ളത്. അതിന്റെ അഭിപ്രായം എന്താ? എംപ്റ്റി സ്റ്റൊമക്കിൽ ചെയ്യുന്നതാണോ? ഇപ്പോൾ സാധാരണ ഇപ്പോൾ നിങ്ങൾ എക്സസൈസിന് വരുമ്പം പഴം കഴിച്ചിട്ട് വരണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഫുഡ് കഴിച്ചിട്ട് വരണം, എന്നാലേ നമുക്ക് എനർജി കിട്ടുള്ളൂ എന്ന് പറയാറുണ്ടല്ലോ. അപ്പോൾ സാധാരണ ഇപ്പോൾ ഞങ്ങളുടെ ഒരു ഇതിൽ ഞങ്ങൾ പറയാറ് എക്സസൈസ് ചെയ്യുന്നത് എംപ്റ്റി സ്റ്റൊമക്കിലാണ് ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെ ഞാൻ ആസ് എ ട്രെയിനർ ഞങ്ങൾക്ക് ന്യൂട്രീഷൻ്റെ കേസ് നിങ്ങൾ തന്നെ പറയണം. എന്നാലും പറയാം, എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനിൽ ഞാൻ ആദ്യം ഗ്ലൂക്കോസ് എടുക്കാൻ പറയും. അതായത് കാർബ്സ് ഐറ്റംസ് ഏതെങ്കിലും കഴിച്ച്, കാരണം പ്രീ ആയിട്ട് എന്തെങ്കിലും വേണം. ഹാർഡ് എക്സസൈസ് ചെയ്യുന്നവർക്ക് മാത്രം പോരെ, ഇപ്പോൾ നോർമൽ ഒരു എക്സസൈസ് ചെയ്യുന്നവർക്ക് ഇപ്പോൾ രാവിലെ അവർ ഫാസ്റ്റിംഗ് എണീറ്റ്, ഇപ്പോൾ രാവിലെ ഇപ്പോൾ മോർണിംഗ് എണീറ്റ് ഉടനെ എക്സസൈസും ചെയ്ത് പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതല്ലേ. ജനറൽ ഫിറ്റ്നസിന് അതൊരു വിഷയമുള്ള കാര്യമല്ല. ഒരു 30-35-40 മിനിറ്റ്സ് ഒക്കെ ലൈറ്റ് ആയിട്ട് വർക്ക്ഔട്ട് ചെയ്യുന്നത് എന്ന് പറയുന്ന സമയത്ത് വലിയ പ്രോബ്ലംസും ഇല്ല. അത് മാത്രമല്ല നല്ല ചില സമയത്ത് നല്ല ഉന്മേഷം ഉണ്ടാവാറും ഉണ്ട്. ക്ലയൻസിന്റെ റെസ്പോൺസ് അങ്ങനെയാണ്. പക്ഷെ ആസ് പെർ ഏസിലൊക്കെ പറയുന്നത് ചെറുതായിട്ട് എടുക്കണമെന്നാണോ അതോ കൂടുതലായിട്ട് എടുക്കണം? കാരണം ഡിപ്പെൻഡ്സ് ഓൺ പേഴ്സൺ ടു പേഴ്സൺ, ഇത് വേരി ചെയ്യും. കാരണം ഇപ്പോൾ ഷുഗർ ഒക്കെ ഉള്ള ആളുകളാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും കണ്ടീഷനുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ അവർ പെട്ടെന്ന് ഭക്ഷണം കഴിക്കാതെ വന്ന് ഇവിടുന്ന് കംപ്ലീറ്റ് എനർജി ലോസ് ആയി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തലകുറ്റി വീഴാനും ഈവൻ കാർഡിയാക് അറസ്റ്റ് വരെ വരാനൊക്കെ ഉള്ള സാധ്യതകളും ഉണ്ട് അതില്. അപ്പൊ എല്ലാവർക്കും പറ്റില്ല. ഏതൊക്കെ സമയത്താണ് എക്സസൈസ് നിങ്ങൾ നല്ലത് പറയുന്നത്? എനി ടൈം 24 hours എനി ടൈം വർക്ക്ഔട്ട് ചെയ്യുന്നതല്ല. ഇപ്പൊ ഈ ബിസി ഷെഡ്യൂളിന്റെ ക്വസ്റ്റ്യൻ വന്ന് അധികം ആൾക്കാരും ബിസി ഷെഡ്യൂൾ ഉണ്ട്. കാരണം ഏറ്റവും കൂടുതൽ ആൾക്കാർ എക്സസൈസ് ചെയ്യാത്തതിന് ഒരു കാരണം പറയുന്നത് ലാക്ക് ഓഫ് ടൈം. പക്ഷെ അങ്ങനെ എക്സസൈസിന് ഇന്ന പെർട്ടിക്കുലർ ടൈം അല്ലെങ്കിൽ ഇത്ര നേരം അങ്ങനെയൊന്നുമില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 15 minutes അല്ലെങ്കിൽ 10 minutesന്റെ ഒരു 4 സെറ്റായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് എക്സസൈസ് ചെയ്യാം. ഒരു ഫിറ്റ്നസ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ രാവിലെ നമുക്കൊരു ബ്രേക്ക് ടൈം കിട്ടി, ഒരു 11നും 11:30ക്കും ഇടയ്ക്ക് ഒരു 10 മിനിറ്റ് എനിക്ക് ടൈമുണ്ട് എങ്കിൽ ആ 10 മിനിറ്റും, ഉച്ചയ്ക്ക് അതേപോലെ ഒരു 10 മിനിറ്റ് ടൈം ഉണ്ട്, ആ 10 മിനിറ്റും, വൈകുന്നേരം അതേപോലെ ഒരു 10 മിനിറ്റ് ടൈം ഉണ്ടെങ്കിൽ അങ്ങനെ എക്സസൈസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർക്ക് ഇത് ബാലൻസ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. സോ അങ്ങനെ പേഴ്സണൽ ട്രെയിനേഴ്സ് കസ്റ്റമായിട്ട് ചെയ്ത് കൊടുക്കാറുമുണ്ട്. ആ 10 മിനിറ്റ് വേണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഹൈ ഇന്റൻസ് ട്രെയിനിങ് കൊടുക്കാം, ആ 10 മിനിറ്റ് വേണമെങ്കിൽ ഫ്ലെക്സിബിലിറ്റി ട്രെയിനിങ് കൊടുക്കാം. അങ്ങനെ 15 മിനിറ്റ്സ് ഷെഡ്യൂൾ ചെയ്ത് കൊടുക്കുന്ന ട്രെയിനേഴ്സ് ഉണ്ട്. ഇപ്പൊ ഓൺലൈനായിട്ടും ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. നമ്മൾ വിചാരിക്കണം. അതെ, അത് ടൈമിംഗ് ഒരു വിഷയമുള്ള കാര്യമല്ല. ആൾക്കാർക്ക് ഒരു ഡൗട്ട് ഉണ്ടാവും, ഇതിനൊരു മണിക്കൂർ വേണ്ടേ, അല്ലെങ്കിൽ 1.5 മണിക്കൂർ ജിമ്മിൽ പോയി വരണ്ടേ, ഇതിനുള്ള സമയമൊന്നും എനിക്കില്ല. വേണ്ട, ഈ ടോയ്ലറ്റിൽ പോയിരിക്കുന്ന സമയത്ത് ഒരു 10 പ്രാവശ്യം ആ ടോയ്ലറ്റിൽ ഇരുന്ന് എഴുന്നേറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ എക്സസൈസ് ആയി. ഓഫീസിൽ ഇരിക്കുമ്പോഴാണെങ്കിൽ നമുക്ക് ചെയർ എക്സസൈസ് അങ്ങനത്തെ എക്സസൈസ് ഒക്കെ ഉണ്ടല്ലോ, അങ്ങനെ ചെയ്യാം. അങ്ങനെയൊക്കെ ചെയ്താലും നമുക്ക്, കാരണം ഇതിന് സമയമില്ല എന്ന് പറഞ്ഞിട്ട് ഒഴിവാക്കി കളയുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഈ പറയുന്നത്. അതെ, എക്സാക്ട്ലി. സ്ലീപ്പ് വെയിറ്റ് ലോസിന് ഇത് ചെയ്യുന്ന എന്താ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ
പ്രോപ്പറായിട്ട് സ്ലീപ്പ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ബോഡിയിൽ ഹോർമോണൽ ഇംബാലൻസസ് വരും. എന്നുവെച്ചാൽ നമുക്ക് വിശക്കുന്നു എന്ന് തോന്നലുണ്ടാക്കുന്ന ചില ഹോർമോണുകളാണ് മതി എന്ന് തോന്നുന്ന ഹോർമോണുകളും ഈ 2 ഹോർമോണിന് ഇംബാലൻസ് വരുന്ന സമയത്ത് ഒബ്വിയസ്ലി നമുക്ക് ഓവർ ഈറ്റിംഗ് ഉണ്ടാവും. കാരണം ഇത് ശരിക്കും ഈ ഒരു വെയിറ്റ് അല്ലെങ്കിൽ ശരീരഭാരം നിയന്ത്രിക്കണമെങ്കിൽ നന്നായി ഉറങ്ങണം. ശരിക്കും അത് ഓവറോൾ നമ്മുടെ ലൈഫ് സ്റ്റൈലിനെ ബാധിക്കും, നമ്മുടെ ആക്ച്വലി നമ്മുടെ മൂഡിനെ ബാധിക്കും, നമ്മുടെ സ്കിന്നിനെ ബാധിക്കും, എല്ലാ ഇഷ്യൂസും ഉണ്ടാവും. സോ പ്രോപ്പറായിട്ട് സ്ലീപ്പ് ചെയ്യണം. That's it. അത് ശരിക്കും ഈ വെയിറ്റ് ലോസ് ശരിക്കും പറയാനേ പാടില്ല എന്ന് ഞങ്ങൾ പഠിപ്പിച്ചിരിക്കുന്നത്. ഫാറ്റ് ലോസ് എന്നാണ് പറയേണ്ടത്. അപ്പോൾ ഈ ഫാറ്റ് ലോസിന് പ്രോപ്പറായിട്ടുള്ള ഡയറ്റും അതേപോലെ തന്നെ എക്സസൈസും കൂടിയുള്ള ഒരു മിക്സാണ് ഇതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത്. ഇതിൻ്റെ പെർസ്പെക്റ്റീവ് എന്താ അറിയാം, അതായത് വെയിറ്റ് ലോസ് ഫിറ്റ്നസ്സും വെയിറ്റ് ലോസും ഒക്കെ ഒന്ന് തന്നെയാണോ വരിക? അല്ലല്ലോ, ശരിക്കും ഒരു ഹെൽത്തി ആയിട്ട് വെയിറ്റ് ലോസ് പറയാൻ പാടില്ല എന്ന് അമേരിക്കൻ കൗൺസിൽ ഓൺ എക്സസൈസ് പറഞ്ഞിട്ടുണ്ട് ട്രെയിനേഴ്സിന്റെ അടുത്ത്. വെയിറ്റ് ലോസ് കാരണം ഫാറ്റ് ലോസ് എന്ന് പറയുന്നുണ്ട്. കാരണം വെയിറ്റ് ലോസ് എന്ന് പറയുന്ന സമയത്ത് അത് റോങ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ആണ്. പക്ഷെ വെയിറ്റ് ലോസ് ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ്. അപ്പോൾ ഇതിൽ എൻ്റെ പെർസ്പെക്റ്റീവില് ഫിറ്റ്നസ് എന്ന് പറയുന്ന സമയത്ത് ആസ് എ ട്രെയിനർ ഒരാളെ കംപ്ലീറ്റ് ആയിട്ട് മനസ്സിലാക്കിയിട്ട് ഒരു ഇതിന് ശരിക്കും ഹോളിസ്റ്റിക് അപ്രോച്ചാണ് വേണ്ടത്. ലൈക്ക് ഒരു ട്രെയിനർ മാത്രം പോരാ, ട്രെയിനർ വേണം, ന്യൂട്രീഷനിസ്റ്റ് വേണം, ഒരു ഫിസിയോതെറാപ്പിസ്റ്റ് വേണം, അല്ലെങ്കിൽ സൈക്കോളജിസ്റ്റ് വേണം, അല്ലെങ്കിൽ ഫിസിഷ്യൻ വേണം. കാരണം ഒരാളുടെ പ്രോബ്ലംസ് കംപ്ലീറ്റ്ലി മനസ്സിലാക്കണം. അവരുടെ എന്താണ് അവരുടെ ഫിസിയോളജിയിലുള്ള പ്രോബ്ലംസ്, അവർക്ക് ഫാമിലി ഹെൽത്ത് ഹിസ്റ്ററി ഉണ്ടോ, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും മെഡിക്കൽ കണ്ടീഷൻ ഉണ്ടോ. മെഡിക്കൽ കണ്ടീഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ പിന്നെ ട്രെയിനർക്ക് അവിടെ ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല, ഫിസിഷ്യൻ വേണം അത് ഹാൻഡിൽ ചെയ്യാൻ. പിന്നെ ഒരിക്കലും ഒരു ട്രെയിനർക്ക് ഒരിക്കലും ന്യൂട്രീഷൻ സെൻഡ് ചെയ്ത് കൊടുക്കാൻ പറ്റില്ല. ന്യൂട്രീഷൻ സാധാരണ ഇപ്പോൾ നമുക്കിപ്പോൾ ഒരു എക്സസൈസും ഡയറ്റും ഒരുപോലെ കൊണ്ടുപോയാൽ മാത്രമേ നമുക്ക്, കാരണം ഒരു ട്രാക്കിൽ ഇവരെല്ലാം വേണം. അതെ, ഏറ്റവും ബെസ്റ്റ് റിസൾട്ടിനാണ് ഞാൻ പറഞ്ഞത്. ഏറ്റവും ബെസ്റ്റ് റിസൾട്ട് ആ ന്യൂട്രീഷനിസ്റ്റ് അവരെ അസസ് ചെയ്തിട്ട് അവരുടെ പ്രോബ്ലംസ് എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്തിട്ട് ഇതെല്ലാം കൂടി ശരിക്കും പറഞ്ഞാൽ ഒരു ഹെൽത്ത് കോച്ച് എന്നുള്ള ഒരു പൊസിഷനിൽ ഒരാളുണ്ട്, അതാണ് പ്രൊഫഷണൽ. ആ ഹെൽത്ത് കോച്ച് അവർക്കുള്ളൊരു കസ്റ്റം പ്ലാൻ ബിൽഡ് ചെയ്യും. അതുപോലെ കസ്റ്റമൈസ്ഡ് ഡയറ്റും അവർക്ക് കൊടുക്കുകയാണെങ്കിൽ എക്സാക്ട്ലി ആ ഒരു പോർഷനിൽ കറക്റ്റ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാം പ്രിപ്പയർ ചെയ്ത് ആ പ്രോഗ്രാം ഒരു എഫിഷ്യൻ്റ് ആയിട്ടുള്ള പേഴ്സണൽ ട്രെയിനറെ വെച്ചിട്ട് അവർ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോഴാണ് ഏറ്റവും ബെസ്റ്റ് റിസൾട്ട് വെയിറ്റ് ലോസിന് വരിക, ഏറ്റവും ബെസ്റ്റ് റിസൾട്ട്.